നമസ്കാരം. ജി സുധാകരൻ സമ്മേളനങ്ങളുടെ തിരക്കില്ലാതെ വീട്ടിൽ വെറുതെയിരിക്കുകയാണ്. CPM എന്ന പാർട്ടി അതിന്റെ ജൈവാംശം വീണ്ടെടുക്കുന്ന കാലമാണ് സമ്മേളന കാലം. ആ കാലത്താണ് സുധാകരൻ പറവൂരിലെ വീട്ടിൽ തനിച്ചാകുന്നത്, അല്ലെങ്കിൽ പാർട്ടി സുധാകരനെ തനിച്ചാക്കിയിരിക്കുന്നത്. പക്ഷേ അവിടേക്കിപ്പോൾ സന്ദർശക പ്രവാഹമാണ്. വരുന്നതെല്ലാം എതിർ പാർട്ടിക്കാരാണ് എന്ന് മാത്രം. KC പരസ്യമായി വന്നു കണ്ടു. ഗോപാലകൃഷ്ണൻ കൂടിക്കാഴ്ചയുടെ രഹസ്യം പരസ്യമാക്കി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നിങ്ങനെ അയൽ ജില്ലകളിലും പിന്നെ പാലക്കാടും ഇനി പലയിടത്തും കലാപക്കൊടി ഉയരുകയും ഉയരാനിരിക്കുകയും ചെയ്യുമ്പോൾ സുധാകരൻ ഫാക്ടർ എന്താഘാതമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? VS-നൊപ്പം നിന്നും പിന്നീട് ഇടഞ്ഞ് പിണറായിക്കൊപ്പം ചേർന്നും ആലപ്പുഴയെ കൈപ്പിടിയിൽ ഒതുക്കി നടന്ന അതികായൻ ഒടുവിൽ ഒറ്റയാനായി. ആരുമെരുക്കും സുധാകരൻ എന്ന ആ ഒറ്റയാനെ? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. സുധാകരൻ ആർക്ക് സ്വന്തം? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, RMPI നേതാവ് KS ഹരിഹരൻ, രാഷ്ട്രീയ നിരീക്ഷകൻ KC ഉമേഷ് ബാബു എന്നിവർ തത്സമയം ചേരുന്നു. ആദ്യം ശ്രീ KC ഉമേഷ് ബാബു, ഈ തൻ്റെ വിപണി മൂല്യം ഇടിഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കാൻ സ്വയം ഒരു വിൽപ്പന വസ്തുവായി ഇരിക്കുകയാണോ ജി സുധാകരൻ? ഈ കോൺഗ്രസ്സുകാർക്ക് സ്വാഗതം, BJP-ക്കാർക്ക് സ്വാഗതം, ആർക്കും എങ്ങോട്ടേക്ക് വിളിക്കാനും അവർക്കെല്ലാം അനുകൂല സാഹചര്യം ഒരുക്കുന്ന സാന്നിധ്യം എന്ന നിലയിൽ വില ഉയരുകയാണോ, വില ഇടിയുകയാണോ സുധാകരന്? CPM നേതാവിന് വളരെ സവിശേഷമായൊരു വ്യക്തിത്വമാണുള്ളത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെ ഒരു രക്തസാക്ഷി ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ വളരെ തീവ്രമായ വ്യക്തി അനുഭവങ്ങളൊക്കെ ആയിട്ടാണ് CPM-നകത്ത് അദ്ദേഹം വളർന്നു വന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, നമ്മളൊക്കെ ഇപ്പൊ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കുന്ന പോലെ അദ്ദേഹം അഴിമതിയുടെ കറ പുരളാത്ത CPM-ൽ ഇപ്പോ ജീവിച്ചിരിക്കുന്ന എത്ര പേരുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നേതാക്കന്മാരില്. കാരണം അതിന്റെ കഥകളൊക്കെയാണ് കഴിഞ്ഞ കുറെ കാലമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സുധാകരന്റെ ഏറ്റവും വലിയ ശത്രു പോലും അദ്ദേഹം ഒരു അഴിമതിക്കാരനാണെന്ന് പറയില്ല. അദ്ദേഹം PWD വകുപ്പ് ഭരിച്ച ഒരാളാണ്. പൊതുമരാമത്ത് വകുപ്പിൽ എനിക്കത് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. പൊതുമരാമത്ത് വകുപ്പ് ഒരാൾ മന്ത്രിയായിരിക്കുകയും അഴിമതിയുടെ സ്പർശമില്ലാതെ പുറത്തിറങ്ങി വരികയും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറെ കാലത്തിനുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഈ തുടരൻ സന്ദർശനങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യം അതാണ് എന്ന് തോന്നുന്നു. ഒന്ന്, KC പരസ്യമായാണ് കണ്ടത്. അതിനുശേഷം സുധാകരനും മാധ്യമങ്ങളോട് ആ കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. എന്തുകൊണ്ട് ഗോപാലകൃഷ്ണനും BJP-യുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും അദ്ദേഹത്തിനോട് മുൻകൂർ അനുമതി വാങ്ങി നടത്തിയ ആ സന്ദർശനം രഹസ്യ സ്വഭാവത്തിലുള്ളതായി? അതെന്തുകൊണ്ട് പിന്നീട് ഗോപാലകൃഷ്ണൻ ഒരു രഹസ്യം വെളിപ്പെടുത്തുന്ന സസ്പെൻസോടെ അവതരിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി? അതാരുടെ സൃഷ്ടി? ഒന്ന്. രണ്ട്, ഈ ഏകാത്മക മാനവവാദം, ആ പ്രത്യയശാസ്ത്ര ഗ്രന്ഥം ഇരു കൈയും നീട്ടി വാങ്ങുന്നത് എന്ത് കമ്മ്യൂണിസ്റ്റ് മനസ്സാണ്? അല്ല, ഒരു ഈ ആലപ്പുഴയിലെ കമ്മ്യൂണിസത്തെ കുറിച്ച് പറയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. ഇങ്ങനെ ഒരു സവിശേഷ വ്യക്തിത്വം ഉണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റു പാർട്ടിക്കാർക്കിടയിലും മറ്റൊരു CPM നേതാവിനും ഇല്ലാത്ത അത്രയും ആദരവും ഒരുപക്ഷെ താല്പര്യവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ മിക്കവാറും CPM നേതാക്കന്മാർക്ക് ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. പക്ഷേ സുധാകരന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എടുത്തു നോക്കിയാൽ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം VS-ന് വേണ്ടിയിട്ട് പാർട്ടി മൊത്തം കയ്യിൽ വെച്ച് നടന്ന ഒരാളാണ്. പിന്നീട് 2005 പാർട്ടി സമ്മേളനത്തോടെ VS-നെ നിലംപരിശാക്കിയിട്ട് സംസ്ഥാന പാർട്ടി പിണറായി വിജയൻ കൈയടക്കിയ സമയത്ത് അതിന് മുമ്പും ശേഷവും ഒക്കെ ആയിട്ട് ഈ പാർട്ടി, ആലപ്പുഴ പാർട്ടി ഒന്നടങ്കം പിണറായിക്ക് കാഴ്ചവെച്ച ഒരാളാണ് ജി സുധാകരൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയത്തിലെ സർവ്വ വഴക്കങ്ങളും അദ്ദേഹത്തിനുണ്ട്. അത് മാത്രമല്ല, രാഷ്ട്രീയത്തിലെ ബന്ധങ്ങളൊക്കെ നിലനിർത്തുന്നതിൽ വളരെ വളരെ വ്യക്തമായ, ഉദാഹരണത്തിന് എഴുത്തുകാരനായിട്ടുള്ളൊരു CPM നേതാവ് ഇതുപോലെ പ്രത്യേകിച്ച് അദ്ദേഹം കവിതയാണ് എഴുതിക്കൊണ്ടിരുന്നത്. കവിത എഴുതുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വലിയ താല്പര്യമായിരുന്നു. ആ കവിതയെക്കുറിച്ച് നമുക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാവും. പക്ഷെ പല കവിതാ സമാഹാരങ്ങൾ അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ സവിശേഷമായൊരു സാംസ്കാരിക താല്പര്യം ഈ നിലയിലുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ CPM-നകത്തെ അദ്ദേഹത്തിന്റെ ജീവചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ
ചടുലമായ പല പല നീക്കങ്ങൾ, വളരെ അപ്രവചനീയമായ നീക്കങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതാണ് VSന്റെ വിശ്വസ്തനായിരുന്നു. പിന്നെ പിണറായിക്ക് പാർട്ടി പിടിച്ചു കൊടുത്ത ആളായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അതിന്റെ പുറത്താണ് അദ്ദേഹം പിന്നീട് പല സ്ഥലങ്ങളിലും എത്തിപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഈ പറയുന്ന സുധാകരന് വളരെ 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 എന്താണ് പറയേണ്ടത്, വളരെ കൃത്യമായിട്ട് കയ്യിലുള്ള ഒരാളാണ്. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ കെ സി ഉമേഷ് ബാബു, ശ്രീ ജിൻഡോ ജോൺ, ഇപ്പോൾ ശ്രീ ഉമേഷ് ബാബു ചൂണ്ടിക്കാട്ടിയ ഉദാഹരണം സുധാകരനുമായി ബന്ധപ്പെട്ട് അത് CPM-ന്റെ പ്രത്യയശാസ്ത്ര ലാവണത്തിനകത്ത് നിന്നുള്ള കളിയാണ്. അങ്ങനെയല്ല, രണ്ട് സന്ദർഭങ്ങൾ ഉദാഹരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അവിടെയാണ് ശ്രീ ഉമേഷ് ബാബു ചൂണ്ടിക്കാട്ടുന്ന ഈ സുധാകരന്റെ രാഷ്ട്രീയ വഴക്കത്തിന്റെ അതിരുകൾ മാറുന്നോ എന്ന സംശയം ഉയരുന്നതും. ഒന്ന്, ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടൊരു അനുസ്മരണ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞത്, ഏതോ ഒരു സ്ത്രീ അപവാദ പ്രചാരണം നടത്തി, തൻ്റെ നാവിൽ നിന്ന് ഉമ്മൻചാണ്ടിക്കെതിരായി ഒന്നും വന്നിട്ടില്ല. ഈ അഭിപ്രായ പ്രകടനം അദ്ദേഹം നടത്തുകയുണ്ടായി. ഒരർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്റെ ഉമ്മൻചാണ്ടി വിരുദ്ധ സമരത്തെ മുഴുവൻ റദ്ദാക്കുന്ന പ്രതികരണമായിരുന്നു അത്. അങ്ങനെ നിങ്ങൾക്ക് സ്വീകാര്യനായ ഒരു നിലപാട് എടുക്കുന്നു. അതേ നാവ് കൊണ്ട് മറ്റൊരു ഘട്ടത്തിൽ മോദി അതിശക്തനായ ഭരണാധികാരിയാണെന്ന് പറയുന്നു. അതിന് നല്ല ഭരണാധികാരി എന്ന വ്യംഗ്യമില്ല എന്ന വിശദീകരണം പിന്നീട് നൽകുന്നു. അതുകൊണ്ട് ഗോപാലകൃഷ്ണന് ഏകമാനവ ഗ്രന്ഥവുമായി അങ്ങോട്ടേക്ക് ആ പടിവാതിൽ തുറന്ന് കടക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുന്നു. ഇത്രയും വലിയ ഈ പറയുന്ന ചുവട് മാറ്റിയുള്ള കളി, വളയമില്ല ചാട്ടം, അത് സുധാകരൻ നടത്തട്ടെ. പക്ഷേ അതിൽ രണ്ട് ദിശകളിലുള്ള സൂചനകളുണ്ട്. നിങ്ങളിലേക്കും BJP-യിലേക്കും ഒരേപോലെ തിരിയുന്ന സൂചനകൾ. അതിലൊന്നിൽ നിങ്ങൾ കയറി പിടിക്കുന്നത് എന്ത് രാഷ്ട്രീയ വിശ്വാസ്യത അളന്നുകൊണ്ടാണ്, എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഞങ്ങൾ സുധാകരനെ പോലുള്ള ആളുകളെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ സന്ദർശിച്ചത്. അത് സുധാകരനും അതിനുശേഷം വെളിപ്പെടുത്തിയിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രോഗ സമയത്ത് അദ്ദേഹത്തെ സന്ദർശിച്ചു, അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ അന്വേഷിക്കാൻ. അവർ തമ്മിലുള്ള നേരത്തെ തൊട്ടുള്ള സൗഹൃദത്തിൻ്റെ പേരിലുള്ള ഒരു സന്ദർശനം മാത്രമായിരുന്നു. അതിനപ്പുറത്ത് സുധാകരൻ എന്ന് പറഞ്ഞ പരിണിത പ്രജ്ഞനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ നമ്മളങ്ങനെ ഒരു പാർട്ടിക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ CPM-ലേക്ക് അല്ലെങ്കിൽ BJP-യിലേക്ക് അല്ല കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ BJP-യിലേക്കും ഒക്കെ കൂടുമാറും എന്നുള്ള രീതിയിലൊരു നേരത്തെ കൂട്ടിയുള്ള ഒരു ചർച്ച നടത്തേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ നിലപാട് പാർട്ടിക്കകത്ത് നിന്ന് പറയുകയാണ്, ധൈര്യപൂർവ്വം പറയുകയാണ്. ഇന്ന് അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ ഉൾക്കൊണ്ട് വേണം സമ്മേളനങ്ങൾ നടത്താൻ എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ. താങ്കൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ NK പ്രേമേന്ദ്രന്റെ പ്രതികരണം ശ്രദ്ധിച്ചു കാണുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ അതിന്റെ വെർബാറ്റം പറയാം. ഇടതുപക്ഷ രാഷ്ട്രീയ മൂല്യങ്ങൾ CPM-ന് അന്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സുധാകരനെ പോലുള്ള നേതാക്കളെ അവർ പാർശ്വവൽക്കരിക്കുന്നത്. സുധാകരൻ കോൺഗ്രസിലേക്കോ UDF-ലേക്കോ വരും എന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, അത് കോൺഗ്രസിനും UDF-നും ഏറ്റവും വലിയ മുതൽക്കൂട്ടായിരിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത്തരത്തിലൊരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുമെന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു മാറ്റം തന്നെയായിരിക്കും. KC കഴിഞ്ഞ ദിവസം പറഞ്ഞതും VD സതീശൻ ഇന്ന് ഒരു അർദ്ധവിരാമത്തിൽ നിർത്തിയതും NK പ്രേമേന്ദ്രൻ പിന്നീട് പൂരിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ മുന്നണിയിൽ നിന്ന് തന്നെയുള്ള സുവ്യക്തമായ ശബ്ദമല്ല എന്നാണോ ജിൻഡോ പറയുന്നത്? അല്ല, ഞങ്ങൾ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന് സുധാകരനെ പോലെ ഒരു നേതാവിന് കറകളഞ്ഞ രാഷ്ട്രീയ ചരിത്രമുള്ളൊരു നേതാവിന് 2 വട്ടം PWD മന്ത്രിയൊക്കെ ആയിരുന്നതിന് ശേഷവും അദ്ദേഹത്തിനെതിരെ എതിർക്കുന്നവർക്ക് പോലും ഒരു അഴിമതി ആരോപണം പറയാൻ പറ്റുന്നില്ല. ഇന്ന് കേരളം എന്റെ ചോദ്യത്തിന് നേരിട്ടുള്ള മറുപടി ആദ്യം തരണം. ചോദ്യം ഇതായിരുന്നു, അങ്ങ് പറയുകയുണ്ടായി ഇല്ല മുന്നണിയിലേക്കോ കോൺഗ്രസിലേക്കോ ഒന്നും ക്ഷണിക്കുന്നില്ല എന്ന്. പ്രേമൻ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? ജിൻഡോയ്ക്ക് മറ്റൊരു അർത്ഥം അതിൽ നിന്ന് പറയാനുണ്ടോ? അല്ല, മുന്നണിയിലേക്കും കോൺഗ്രസിലേക്കും ക്ഷണിക്കുന്നില്ല എന്നല്ല പറഞ്ഞ്, അദ്ദേഹത്തിന് എപ്പോൾ വരാൻ താല്പര്യമുണ്ടോ അന്നേരം അദ്ദേഹത്തിന്റെ മുൻപിൽ വാതിലുകൾ അടയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുന്ന, മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളോട് നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറയാനായിട്ട് അത്രത്തോളം അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെ നമ്മൾ അങ്ങനെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യണോ? അങ്ങനെ വിഴുപ്പലക്കേണ്ട കാര്യമുണ്ടോ? അദ്ദേഹം തീരുമാനിക്കട്ടെ. അദ്ദേഹത്തിന് അത് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും നമ്മൾ വിട്ടുകൊടുക്കണം. പിന്നെ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന എന്തിന്റെ പേരില? പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് മുമ്പ് സംസാരിച്ച ഉമേഷ് ബാബു സാർ പറഞ്ഞതുപോലെ തന്നെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വിഭാഗീയത അല്ലെങ്കിൽ ഗ്രൂപ്പിസം അല്ല ഇന്ന് CPM-നകത്തുള്ളത്. പീഡനവും ഒളിഞ്ഞു നോട്ടവും കള്ള മുതൽ വീതം വെക്കുന്നതിലുള്ള തർക്കവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ്, ഗാർഹിക പീഡനം അടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അത്തരം രീതിയിൽ പ്രാദേശികമായിട്ട് ഈ പാർട്ടിയിൽ വലിയ രീതിയിലുള്ള കലാപം ഉയർന്നു. നേരത്തെ സംസ്ഥാന തലത്തിൽ 2-3 വിഭാഗങ്ങളായിട്ടുള്ള ഫൈറ്റ് ആണെങ്കിൽ അത് ആശയപരമായിരുന്നു എന്ന് പറയാം. ഇന്ന് അത് ആമാശയപരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സുധാകരനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിലൂടെ മറുപടി ജിൻഡോ. ഈ ഏകാത്മക മാനവ ഗ്രന്ഥം 2 കൈയും നീട്ടി സ്വീകരിച്ച സുധാകരനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ സുധാകരനെ തന്നെയാണോ
പ്രേമൻ വഴി നിങ്ങൾ UDF-ലേക്കും കോൺഗ്രസിലേക്കും ഒക്കെ സ്വാഗതം ചെയ്യുന്നത്? മോദി പറഞ്ഞിരിക്കുന്നു വിശിഷ്ട വ്യക്തിത്വങ്ങളെ പോയി കണ്ട് ആദരിക്കണമെന്ന്. അപ്പോൾ മോദിയുടെ വാക്ക് കേട്ടാണ് ഈ സുധാകരന്റെ പടിവാതിൽക്കൽ ഗോപാലകൃഷ്ണൻ എത്തിയത്. മുട്ടുവിൻ തുറക്കപ്പെടും, മുട്ടി തുറന്നു. അങ്ങനെയാണ് ഈ പറയുന്ന പ്രത്യയശാസ്ത്ര ഗ്രന്ഥവും കൈമാറി മടങ്ങിപ്പോകുന്നത് ഗോപാലകൃഷ്ണൻ. ആ സുധാകരനെ തന്നെയാണോ ഇന്ന് നിങ്ങൾ പ്രേമൻ വഴി മുന്നണിയിലേക്കും പാർട്ടിയിലേക്കും സ്വാഗതം ചെയ്യുന്നത്? അല്ല വേണു, ഇപ്പോൾ BJP-യുടെ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ വാതിൽ വന്ന് മുട്ടുന്ന വീട്ടിൽ ചെല്ലുമ്പോൾ വാതിലടച്ചിട്ടിട്ട് ചീത്ത വിളിക്കാൻ പറ്റുമോ? അതിപ്പോൾ EP ജയരാജൻ്റെ വീട്ടിൽ ചെന്നത്, മറ്റേ ജാവദേക്കർ ചെന്നത് അങ്ങനെ പറഞ്ഞിട്ടല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനെ CPM അങ്ങ് സ്വീകരിച്ചില്ലേ? പിണറായി വിജയൻ പോലും 5 or 6 തവണ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾ അവർ ചിലപ്പോൾ അവരുടെ ലാക്ക് നോക്കിയിട്ട് ചിലപ്പോൾ G. സുധാകരൻ്റെ വീട്ടിൽ സന്ദർശിച്ചിട്ടുണ്ടാവും. പക്ഷേ G. സുധാകരൻ അതിൽ വീണ് കൊടുത്തില്ലല്ലോ. അദ്ദേഹം ഏത് പാർട്ടിയിലേക്ക് പോകണമെന്നൊക്കെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനെങ്കിലും വിട്ടുകൊടുക്കണം. ആളുകൾ വീണു കൊടുത്തില്ല എന്ന് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? അല്ല, എന്ത് പേരില്ല നമ്മൾ ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകൾ പറയുന്നത് കേട്ടുകൊണ്ട് G. സുധാകരന് വിലയിടാൻ പാടില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകൾ അത്തരത്തിൽ അഭിപ്രായങ്ങൾ മാറ്റി പറയും. പക്ഷേ G. സുധാകരനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ സുവ്യക്തമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നിലപാട് അദ്ദേഹം കേരളത്തിന്റെ പൊതു മനസാക്ഷിക്ക് മുമ്പിൽ ഉള്ളതാണ്. അപ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞ അഭിപ്രായത്തിന്റെ പേരിൽ G. സുധാകരനെ നമ്മൾ വില വെക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയല്ല, മോദി ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാണ് ഈ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിക്കുക. അതൊക്കെ ഇരുട്ടി വെളുക്കുമ്പോൾ BJP-യിലേക്ക് വരും എന്ന രൂപത്തിലുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല, BJP-യുമായുള്ള ഐത്തം മാറുക, അങ്ങനെ ഒരു ബോധ്യം പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുക. അല്ലാതെ സുധാകരൻ എന്ന ഒറ്റ ലക്ഷ്യത്തിൽ വെച്ചുകൊണ്ടല്ല ഗോപാലകൃഷ്ണൻ ആലപ്പുഴ BJP ജില്ലാ പ്രസിഡന്റുമായി ആ വീട്ടുവാതിൽക്കൽ എത്തുന്നത്. ആ വാതിൽ തുറക്കപ്പെടുന്നുവെങ്കിൽ, അവിടെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുങ്ങുന്നുവെങ്കിൽ, അത് രഹസ്യമാണ് എങ്കിൽ, പ്രത്യയശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കൈമാറ്റം നടക്കുന്നുണ്ട് എങ്കിൽ, ആലപ്പുഴയിൽ ജമാഅത്തും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടും എല്ലാം CPM-നെ അകത്തേക്ക് നുഴഞ്ഞു കയറി ഇല്ലാതാക്കുന്നു രാജ്യദ്രോഹികൾ എന്ന നിലയിൽ, അതിൽ ഒരു പാതി മനസ്സോടെ സുധാകരന്റെ സമ്മതം കിട്ടി എന്ന് പറഞ്ഞ് തിരിച്ച് പോരാൻ B. ഗോപാലകൃഷ്ണന് കഴിയുന്നുവെങ്കിൽ G. സുധാകരന്റെ രാഷ്ട്രീയത്തെ നിങ്ങൾ സംശയിക്കേണ്ടതല്ലേ? അല്ല വേണു, ഇതിൽ ഈ പറഞ്ഞ നെറേറ്റീവ് മുഴുവൻ B. ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ BJP-യുടെ നേതാവ് പറഞ്ഞിട്ടുള്ളതാണ്. സുധാകരൻ നിഷേധിക്കണമായിരുന്നു. അല്ല, അത് സുധാകരന്റെ അഭിപ്രായം പറയാനായിട്ട് അല്ലല്ലോ ഞാനിരിക്കുന്നു. അല്ല, സുധാകരനോട് ഇത് ചോദിച്ചു, അപ്പോൾ ഗോപാലകൃഷ്ണൻ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അങ്ങനെ പലരും പറയുകയുണ്ടാകും. അങ്ങനെ പറയുന്നതെല്ലാം സ്വന്തം രാഷ്ട്രീയ അസ്തിത്വത്തിന്റെ പ്രസക്തിയെ വർദ്ധിപ്പിക്കുന്നു എന്ന് ഒരു മാറ്റുകൂട്ടുന്ന ഒരു ഉദാഹരണമായിട്ടാണ് ഇതിനെല്ലാം സുധാകരൻ കാണുന്നത്. അല്ല, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ BJP-ക്കാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ പറയുമ്പോൾ അങ്ങനെ സുധാകരന്റെ വില ഇടിച്ച് കാണേണ്ടതില്ല എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അതിനപ്പുറത്ത് G. സുധാകരൻ തീരുമാനിക്കട്ടെ അദ്ദേഹത്തിന് ആ പാർട്ടിയിൽ നിലനിൽക്കുന്ന പുറത്തേക്ക് പോകണമെന്നൊക്കെ. പക്ഷെ അദ്ദേഹം പകരം അദ്ദേഹം ഇതുവരെ പ്രകടിപ്പിച്ചിരിക്കുന്ന രാഷ്ട്രീയ ശരീരഭാഷ, അദ്ദേഹം പൊതുമധ്യത്തിൽ വന്ന് ഇത്തരം കൂടിക്കാഴ്ചകളെ പറ്റി നടത്തിയ വിശദീകരണം, അതാണ് വിലയിരുത്തപ്പെടേണ്ടത്. അതിൽ നിങ്ങളുടെ വിലയിരുത്തൽ ഭാഗികമാണ്. അതിൽ ഗോപാലകൃഷ്ണന്റെ കൂടിക്കാഴ്ച, പ്രത്യയശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കൈമാറ്റം, അത് സർവാത്മന സ്വീകരിക്കാനുള്ള മനസ്സ്, അതൊക്കെ നിങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ വാതിൽ തുറന്നിടുമ്പോൾ ജിൻഡൻ അങ്ങയിലേക്ക് വരാം. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഈ ഗോപാലകൃഷ്ണൻ വന്ന് ഏകാത്മക മാനവ ഗ്രന്ഥം ഇനിയിപ്പോൾ ഈ സുധാകരന് മാത്രമാണോ നൽകുക, അതോ ഈ വിരമിക്കൽ പ്രായത്തിൽ നിങ്ങൾ എത്തിച്ചിരിക്കുന്ന എല്ലാ CPM നേതാക്കന്മാരുടെ വീട്ടിലും ഇങ്ങനെ പോകുന്നുണ്ടോ മോദിയുടെ ദൗത്യം പൂർത്തിയാക്കാനായി? വേണു, G. സുധാകരൻ നല്ലൊരു വായനക്കാരൻ കൂടിയാണ്. അദ്ദേഹം ഗോപാലകൃഷ്ണൻ വഴിയേ പുസ്തകം കിട്ടുള്ളൂ. അദ്ദേഹം വായിക്കുന്ന ഗോപാലകൃഷ്ണൻ വഴിയേ ഈ പുസ്തകം കിട്ടുകയുള്ളോ? അങ്ങനല്ല. ആരെങ്കിലും ഒരു പുസ്തകം സമ്മാനം നൽകിയാൽ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന തിരിച്ച് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കൊടുത്തോ? അങ്ങനല്ല. അങ്ങനെ അദ്ദേഹം പുസ്തകങ്ങൾ ശേഖരിച്ചു വെച്ച് ആളുകൾക്ക് ഇങ്ങനെ വിതരണം ചെയ്യുന്ന വിതരണക്കാരനുമല്ലല്ലോ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അങ്ങനെ വിതരണം ചെയ്തതുകൊണ്ട് ഗോപാലകൃഷ്ണന്റെ പ്രവൃത്തി നിഷ്കളങ്കമായി കാണുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഗോപാലകൃഷ്ണൻ ഇത്രയും കാര്യങ്ങൾ പറയാൻ അവസരമുണ്ടാക്കി കൊടുത്ത വ്യക്തിയുടെ പേരാണ് സുധാകരൻ. അങ്ങനെയല്ല. G. സുധാകരനെ നിങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞിട്ടാണ്. കാര്യം G. സുധാകരൻ ഒരു രക്തസാക്ഷി കുടുംബത്തിലെ അംഗമാണ്. മാത്രമല്ല, സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആദ്യകാല സംസ്ഥാന ഭാരവാഹിയായി
പൊതുജീവിതം തുടങ്ങിയിട്ടുള്ള വ്യക്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുദീർഘമായ രാഷ്ട്രീയ പ്രവർത്തനം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട്, അദ്ദേഹത്തിൻ്റെ ധാർമ്മിക വിശുദ്ധി, ഇതിലൊന്നും നാളിതുവരെ ആർക്കും ഒരു കളങ്കം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടേയില്ല. അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ എല്ലാവരും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സുധാകരൻ നിങ്ങൾ കൊടുക്കുന്നു, ഗോപാലകൃഷ്ണൻ കൊടുക്കുന്നു, KC വേണുഗോപാൽ കൊടുക്കുന്നു. അങ്ങനെ ആ വീട്ടിൽ, ഇപ്പോൾ സുധാകരൻ്റെ വീട്ടിൽ അങ്ങും പോയിട്ടുണ്ടാകുമല്ലോ, അദ്ദേഹത്തിൻ്റെ ആ വീട്ടിലിരിക്കുന്നതിനോട് ചേർന്ന് തന്നെ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഉപഹാരങ്ങളുടെ മഹാശേഖരമുണ്ട്, പുസ്തക ശേഖരമുണ്ട്. അതൊക്കെ സൂക്ഷിക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രത്യേക സ്ഥലം തന്നെയുണ്ട്. അവിടെ നിങ്ങളുടെ ഈ സ്വഭാവ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുവച്ചോളൂ, ഒരു വിരോധവുമില്ല. പക്ഷേ ഉയരുന്ന മൗലികമായ ചോദ്യങ്ങളുണ്ട്. സുധാകരൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്, സ്വയം ഒരു വിലപേശൽ ശക്തിയായി തനിക്ക് ഇപ്പോഴും മൂല്യമുണ്ട് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാത്രം ബോധ്യപ്പെടുത്താനാണ് എങ്കിൽ അത് ആ പാർട്ടിയെ പൊതുവിൽ അപമതിക്കുന്ന, എതിർചേരിക്ക് അവസരമാകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായി അയാൾ മാറുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. വേണു, ഒരു ഘട്ടത്തിലും ജി സുധാകരൻ അത്തരത്തിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്ന ഒരു സ്വഭാവക്കാരനെ ആയിരുന്നില്ല. അങ്ങനെ ഒരു പെരുമാറ്റം അദ്ദേഹത്തിന് നിന്ന് ഉയർന്നു വന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇങ്ങനെ പെരുമാറേണ്ടി വരില്ലല്ലോ. അപ്പോൾ അങ്ങ് കരുതുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ കാലഘട്ടത്തിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ പാർട്ടിക്ക് ഉതകുന്ന തരത്തിലാണ്. ഒരൊറ്റ ഉദാഹരണം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധത്തെ സംബന്ധിച്ച് അദ്ദേഹം KC വേണുഗോപാലുമായി ചർച്ച ചെയ്തതിന് ശേഷം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞൊരു ഒറ്റ വാചകമുണ്ട്. ആ വാചകം എന്ന് പറയുന്നത് KC എന്താ CPM ചേരാൻ തയ്യാറാവുമോ എന്നുള്ളതായിരുന്നു. അദ്ദേഹം പറഞ്ഞ മറുപടി മാധ്യമലേഖകൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി ഇതാണ്. അതേ നാവ് കൊണ്ട് സുധാകരൻ പറയുകയാണ്, എന്റെ രാഷ്ട്രീയ ജീവിതം അവഗണിക്കാൻ പറ്റുന്നതല്ല എന്നാണ് അർത്ഥം ഈ കൂടിക്കാഴ്ചകളൊക്കെ സംഭവിക്കുന്നതിന്റെ എന്ന്. അത് ആർക്ക് നൽകുന്ന സൂചനയാണ്? ആരാണ് അവഗണിച്ചിരിക്കുന്നത്? ആരാണ് സ്വന്തം വീട്ടിൻ്റെ 1 കിലോമീറ്റർ അപ്പുറത്ത് ഈ പറയുന്ന 3 വട്ടം, അല്ലേ, എൻ്റെ മനസ്സിലാക്കൽ ശരിയല്ലെങ്കിൽ അങ്ങേക്ക് തിരുത്താം, അമ്പലപ്പുഴയിൽ നിന്ന് MLA ആയിട്ട് 7 തവണ മത്സരിക്കുന്നു, 4 തവണ വിജയിക്കുന്നു, നേരത്തെ കായംകുളത്തൊക്കെ മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ സ്ഥലത്ത് തന്നെ 3 വട്ടം ജനപ്രതിനിധിയായ ഒരു വ്യക്തി ഇരിക്കുന്ന വീടാണത്. അതിൻ്റെ അടുത്ത് നടക്കുന്ന ഏരിയ സമ്മേളനത്തിലേക്കാണ് വിളിക്കാതിരിക്കുന്നത്, അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിലും പൊതുസമ്മേളനത്തിലും. ഇതൊക്കെ ഈ പറയുന്ന KCയുടെ ഈ കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയമായ അർത്ഥം നൽകുന്നുണ്ട്. UDF ക്യാമ്പിനല്ല, നിങ്ങൾക്ക് ഇല്ല. ഒരർത്ഥത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു രാഷ്ട്രീയ മാനം നൽകുന്ന തരത്തിലായിരുന്നില്ല പറഞ്ഞതെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാര്യം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അവബോധത്തെ ഒരുപക്ഷെ കേരളത്തിലെ ജീവിച്ചിരിക്കുന്ന മുതിർന്ന കമ്മ്യൂണിസ്റ്റുകളിൽ ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അവബോധത്തെ നമുക്ക് ഏതെങ്കിലും സ്കെയിലുകൾ വെച്ച് അളക്കുന്നതിനുള്ള സന്ദർഭവും അല്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന്. ഇവിടെ അദ്ദേഹം ഉയർത്തിയിട്ടുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാടുകൾ, ആ നിലപാടുകളിൽ ഒരുപക്ഷെ പാർട്ടിയുടെ മാനദണ്ഡം, പ്രായത്തിൻ്റെ മാനദണ്ഡം കൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം പാർട്ടി ഘടകങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരു പ്രത്യേക ക്ഷണിത, അദ്ദേഹത്തെ ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന സതുദ്ദേശത്തോടു കൂടി ആലപ്പുഴയിലെ പാർട്ടി അദ്ദേഹത്തെ ഏരിയ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ആ വസ്തുതയെ മറികടന്നുകൊണ്ട് അദ്ദേഹത്തിന് കഴിയാവുന്ന പാർട്ടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനാവശ്യമായിട്ടുള്ള നിലപാടെടുക്കണമെന്ന് ആലപ്പുഴയിലെ പാർട്ടിക്ക് നിർദ്ദേശം നൽകിയത്, സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശം നൽകിയതാണ്. ഇതാണ് നിങ്ങളുടെ ഔദ്യോഗികമായ വിശദീകരണം. ശരി ഹസ്കർ, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ KS ഹരിഹരൻ, ഇവിടെ ഇപ്പോൾ ഈ വാർദ്ധക്യം, ആരോഗ്യത്തിൻ്റെ ബുദ്ധിമുട്ട്, അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് സുധാകരനോട് വീട്ടിലിരുന്നുകൊള്ളൂ എന്ന് പാർട്ടി സതുദ്ദേശത്തോടെ പറഞ്ഞതെന്നാണ് പറയുന്നത്. അങ്ങേക്കറിയുന്നത് പോലെ ഒരു ഘട്ടത്തിൽ മാവോയ്ക്കെതിരെയും ഇത്തരം ഒരു ആരോപണങ്ങൾ നേരിട്ട ഘട്ടത്തിൽ മാവോ ഈ നദിയിലേക്ക് ചാടിയിറങ്ങി നീന്തി കാണിക്കുകയുണ്ടായിട്ടുണ്ട് പാർട്ടി നേതൃത്വത്തെ. താൻ ഇപ്പോഴും അരോഗ ദൃഢഗാത്രനാണ് എന്ന് വ്യക്തമാക്കാൻ. ഇനിയിപ്പോൾ ഈ ജി സുധാകരൻ അങ്ങനെ എന്തെങ്കിലും ഒരു നീന്തൽ പരിശീലനത്തിന് പോയി അത്തരം കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കേണ്ട അവസ്ഥ ഉണ്ടാകുമോ എന്നറിയില്ല. എന്തായാലും ഇതാണ് ഹസ്കറിലൂടെ വരുന്ന CPMൻ്റെ ഭാഷ്യം. അതാണോ അവിടുത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യം? കൂടാതെ ഈ ഗോപാലകൃഷ്ണന് പടിവാതിൽ തുറന്നിട്ട് ഈ പ്രത്യയശാസ്ത്ര ഗ്രന്ഥം, ഈ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആ വ്യക്തി അധിക്ഷേപിക്കുകയല്ല, ആ പാർട്ടി നിയോഗിച്ചിരിക്കുന്ന ആൾ അതാരായാലും അയാൾ വരുന്നു, മോദിയുടെ ദൗത്യവാഹകനായി അത് വിജയകരമായി നിർവഹിച്ചു പോകുന്നു. എന്നാൽ ഈ വിദ്വേഷം, വെറുപ്പും ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നിടയ്ക്ക് നിങ്ങൾക്ക് സമയം കിട്ടാൻ ഇടയുണ്ടാകില്ല. എങ്കിലും കിട്ടിയാൽ വായിക്കൂ എന്ന് പറഞ്ഞ് മാനിഫെസ്റ്റോയുടെ ഒരു പ്രതിയെടുത്ത് തിരിച്ചു കൊടുക്കുകയാണ് എങ്കിൽ ആ പ്രവർത്തനത്തിൽ ഒരു രാഷ്ട്രീയ പ്രതിരോധത്തിൻ്റെ സന്ദേശം കൂടി ഉണ്ടായേനെ. ഇന്ന് ഈ രൂപത്തിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഈ ഗോപാലകൃഷ്ണൻ സുധാകരൻ കൂടിക്കാഴ്ചയെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യേണ്ടിയും വരികില്ലായിരുന്നു. അങ്ങനെ ഒരു തോന്നൽ ശ്രീ ഹരിഹരനുണ്ടോ? തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു രാഷ്ട്രീയ ധ്രുവീകരണത്തിൻ്റെ ഘട്ടമാണ്. അത് BJPക്ക് അനുകൂലമായിട്ടും കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ധ്രുവീകരണമാണ് നടക്കുന്നത്.
ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടൊപ്പം നിന്ന പലരെയും കോൺഗ്രസിലേക്കും BJP-യിലേക്കും എത്തിക്കാനും മറിച്ചും ഉള്ള വലിയ ശ്രമങ്ങൾ നടക്കുമ്പോൾ സുധാകരനെ KC വേണുഗോപാൽ കാണുന്നതും ഗോപാലകൃഷ്ണൻ കാണുന്നതും നിഷ്കളങ്കമായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അതിനകത്ത് ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. അതിൽ സുധാകരനെ അവർ പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നേരത്തെ KC ഉമേഷ് ബാബു ഒക്കെ പറഞ്ഞതുപോലെ അദ്ദേഹം അഴിമതിയുടെ കറ പുരളാത്ത ആളാണെന്നുള്ളതാണ്. അദ്ദേഹത്തിന് അഴിമതിയുടെ കറ പുരണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം ഒരിക്കലും രാഷ്ട്രീയമായി ആശയപരമായ ദൃഢതയുള്ള ഒരു സഖാവായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം പരിശോധിച്ചാൽ വൈകാരികമായി പ്രതികരിക്കുന്ന വളരെ ഔട്ട്സ്പോക്കണായ ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. അദ്ദേഹം സ്ഥിരതയുള്ള ഒരാശയ മണ്ഡലം സൂക്ഷിച്ചിട്ടുള്ള ഒരാളെയല്ല. അതുകൊണ്ട് അദ്ദേഹം VS അച്യുതാനന്ദന് വേണ്ടി പാർട്ടി പിടിക്കുന്നുണ്ട്, പിന്നീട് പിണറായി വിജയന് വേണ്ടി പാർട്ടി പിടിക്കുന്നുണ്ട്. പല രീതിയിലുള്ള ചാഞ്ഞും ചെരിഞ്ഞുള്ള അങ്ങനെ രണ്ട് നേതാക്കൾക്ക് വേണ്ടി പാർട്ടി പിടിച്ചുകൊണ്ട് ആലപ്പുഴ പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കി നിർത്തുന്നുണ്ട്. അല്ല, സ്വന്തം അക്കൗണ്ടിലൂടെ പറഞ്ഞു പോകണം. തീർച്ചയായിട്ടും അദ്ദേഹം ഗൗരിയമ്മയ്ക്കെതിരെടുത്ത നിലപാട് നമുക്കറിയാം. ഗൗരിയമ്മ എങ്ങനെയാണ് CPM എന്ന് പുറത്തിയടിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുണ്ടായെന്ന് നമുക്കറിയാം. അദ്ദേഹം ആ നിലയ്ക്ക് ഇപ്പോൾ ശ്രമിക്കുന്നത് താനിപ്പോഴും രാഷ്ട്രീയത്തിൽ CPM രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തിയുള്ള ആളാണ്, അത് ഒരു ലോക്കൽ കമ്മിറ്റിക്കോ ഏരിയ കമ്മിറ്റിക്കോ ഉപേക്ഷിക്കാവുന്ന ഒരാളല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് മീഡിയ വരുന്നത്, മാധ്യമങ്ങൾ വരുന്നത്. മാധ്യമങ്ങളിലൂടെ വരുന്ന വിവരങ്ങൾക്കനുസരിച്ച് തീർച്ചയായിട്ടും മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾ വരും. സുധാകരൻ പോവോ ഇല്ലയോ എന്നുള്ള ചർച്ച വരും. അതിനപ്പുറം സുധാകരൻ മറ്റെന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് 75 വയസ്സ് കഴിഞ്ഞു. CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ള വലിയ പ്രശ്നം 75 വയസ്സ് കഴിഞ്ഞവരെ എങ്ങനെ എവിടെ പുനരധിവസിപ്പിക്കുന്നുള്ളതാണ്. ഒരുപാട് പേര് ഇനി പുറത്തിറങ്ങാനുണ്ട്, പല കമ്മിറ്റികളിൽ നിന്ന് പുറത്തു വരാനുണ്ട്. അവർക്കൊന്നും രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള സമയം അവസാനിച്ചിട്ടില്ല, സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള ആരോഗ്യമുണ്ട്, പക്ഷെ അവർക്ക് സ്പേസ് ഇല്ല. ആ സ്പേസ് ഇല്ലാത്ത മനുഷ്യരുടെ ഒരു വലിയ കലാപമാണ് യഥാർത്ഥത്തിൽ സുധാകരനിലൂടെ വരുന്നത്. പക്ഷേ ശ്രീ ഹരിഹരൻ ഈ പറയുന്ന 7 തവണ മത്സരിക്കുന്നു, 4 തവണ MLA ആകുന്നു, 2 തവണ മന്ത്രിയാകുന്നു, പല പല പാർട്ടി പദവികളിലായാലും ഈ പറയുന്ന SFI തൊട്ട് ഏതെടുത്താലും CITU ആയാലും സിൻഡിക്കേറ്റ് അംഗമായാലും ഇനി സുധാകരൻ ഇരിക്കാത്ത പദവികൾ ഏതാണ്? എന്നിട്ടും ഇനിയും യൗവനയുക്തമായി തന്നെയാണ് അദ്ദേഹം ഇരിക്കുന്നത് എന്നാണ് എല്ലാവരും കരുതുന്നത് എങ്കിൽ ആഗ്രഹചിന്തയ്ക്കാണ് ഇപ്പോഴും വാർദ്ധക്യം ബാധിക്കാത്തത്. മറ്റു കാര്യങ്ങൾക്കെല്ലാം അത് സംഭവിച്ചിരിക്കുന്നു എന്ന മനസ്സിലാക്കലിലേക്ക് ആ വ്യക്തിയാണ് സ്വയം ഇറങ്ങിച്ചെല്ലേണ്ടത്. ഇനിയിപ്പോൾ ഈ H. സലാമൊക്കെ പറയുന്നത് പോലെ അങ്ങ് സൂചിപ്പിച്ചത് KR ഗൗരിയമ്മയെ പറ്റിയാണ്. KR ഗൗരിയമ്മയെ ആ പാർട്ടി പരിഗണിച്ചതിലധികം പരിഗണനയും പ്രാതിനിധ്യവും കൊടുത്തതാണ് G. സുധാകരന്, അല്ല എന്നുണ്ടോ? പക്ഷെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് അങ്ങനെ ഏതെങ്കിലും കാലത്ത് തൃപ്തിയാവാറുണ്ടോ? അവർക്ക് അധികാര കസേരകൾ കിട്ടിയിട്ട് തൃപ്തിയാവാറുണ്ടോ? അവർക്ക് എപ്പോഴെങ്കിലും ജനസേവനത്തിൽ മടുപ്പ് വരാറുണ്ടോ? സമ്പത്തും അധികാരവും വെട്ടിപ്പിടിക്കാനുള്ള ഒരു മാർഗമായി രാഷ്ട്രീയത്തെ കാണുന്ന ആർക്കും അവർക്ക് എത്ര പ്രായമായാലും എത്ര അവശത വന്നാലും അവർക്ക് തൃപ്തിയാവാറില്ല. അഴിമതി മുക്തൻ അല്ലല്ല ഈ പറയുന്ന സ്വഭാവ സർട്ടിഫിക്കറ്റുകളൊക്കെ ഇങ്ങനെ എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ സുധാകരന് അധികാര കൊതിയൻ എന്ന ഒരു സർട്ടിഫിക്കറ്റ് കൂടെ കൊടുക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ അല്ല, അത് സുധാകരന്റെ മാത്രമല്ല, നമ്മുടെ രാഷ്ട്രീയത്തിൽ അതിനേക്കാൾ പ്രായമുള്ള ഒരു അധികാര പദവികളിൽ ഇരിക്കുന്നുണ്ടല്ലോ. അധികാരത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഈ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരെ സംബന്ധിച്ച് അധികാരത്തിൽ നിന്ന് മടുപ്പ് വരുന്നില്ല അവർക്ക്. അധികാരം അവരെ എപ്പോഴും പ്രചോദിപ്പിക്കുന്ന, അവർക്ക് ജീവൻ കൊടുക്കുന്ന ഒരു സംഗതിയാണ്. വീണ്ടും വീണ്ടും അവരെ ആവേശഭരിതരാക്കുന്ന ഒരു കാര്യമാണ്. അതിൽ സുധാകരന് മാറിയേക്കാൻ കഴിയില്ല. അങ്ങനെ സ്വമേധയാ അധികാരത്തിൽ നിന്ന് അച്യുതമേനോൻ ഒഴികെ കേരള രാഷ്ട്രീയത്തിൽ ആരും മാറി നിന്നിട്ടില്ല. അച്യുതമേനോൻ മാറിയെന്നത് സവിശേഷമായ ചില രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ്. യഥാർത്ഥത്തിൽ ഈ കൂടിക്കാഴ്ചകൾക്കുള്ള വാതിൽ ഇരുട്ട വെളുക്ക തുറന്നിട്ടുകൊണ്ട് സുധാകരൻ എന്താണ് ആഗ്രഹിക്കുന്നത്? സുധാകരൻ എന്തും ആഗ്രഹിക്കാം. സുധാകരന് വേണമെങ്കിൽ ഒരു ഗവർണർ ആവുന്നതിനെ കുറിച്ച് ആലോചിക്കാം, അങ്ങനെ ആഗ്രഹിക്കാം. അദ്ദേഹത്തിന് വീണ്ടും MLA ആവുന്നതിനെ കുറിച്ച് ആഗ്രഹിക്കാം. CPM-നകത്ത് കുറെ കൂടി നല്ലൊരു സ്ഥാനം ഉറപ്പിച്ചെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. എന്ത് കാര്യത്തിലും അദ്ദേഹത്തിന് അങ്ങനെ ആഗ്രഹിക്കാം. തീർച്ചയായിട്ടും ഇതൊരു വിലപേശലാണ്. ഞാനിവിടെ ഉണ്ട്, ഞാനൊരു വലിയ കേമനാണ്, ഞാൻ വളരെ കാലമായിട്ട് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ അവഗണിച്ചിട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾ എന്നെ അവഗണിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ വഴി നോക്കും. ബാബു, ഇവിടെ ഇപ്പോ ഈ KS ഹരിഹരന്റെ പാർട്ടി RMP ഒരു ഘട്ടത്തിൽ VS-നെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. സമാനമായ ഒരു ഒറ്റപ്പെടൽ ഈ സുധാകരനെയൊക്കെ പോലെ VS ഒരു ഘട്ടത്തിൽ അനുഭവിക്കുമ്പോൾ അത് പക്ഷെ നല്ല പ്രത്യയശാസ്ത്ര ദാർഢ്യമുള്ളൊരു സ്ഥലത്തേക്ക് വിളിക്കുന്നു. ആ രൂപത്തിലാണ് ഹരിഹരനും രമയും എല്ലാം അന്ന് VS-നെ സ്വാഗതം ചെയ്തിട്ടുള്ളത്. അതേസമയം
അത് വി എസിൻ്റെ ഒരു പ്രത്യയശാസ്ത്ര ദാർഢ്യത്തിൻ്റെ ഒരു തെളിമ കൂടിയാണ് അതിലൂടെ വരുന്നതും. അതേസമയം ആ പാർട്ടിക്കകത്ത് നിന്ന് വി എസ് പോരാടുകയായിരുന്നു. ഈ ഗോപാലകൃഷ്ണനെ പോലുള്ളവരോ കെ സി വേണുഗോപാലിനെ പോലുള്ളവരോ വി എസിൻ്റെ ആലപ്പുഴയിലെ വീട്ടിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ വസതിയിലോ ഒന്നും പോയിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ സമ്മേളനങ്ങളിൽ പോകാൻ ക്ഷണം കിട്ടാതെ ഇരിക്കുകയാണ് സുധാകരൻ. ആലപ്പുഴയിലെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് അവിടുത്തെ വീട്ടിലിരുന്നിട്ടുണ്ട് വി എസ് അച്യുതാനന്ദൻ. അപ്പോഴും ആരും ആ പടികടന്ന് ചെല്ലാൻ ധൈര്യം കാട്ടിയിട്ടില്ല. ആ പ്രത്യയശാസ്ത്ര ദാർഢ്യം സുധാകരൻ്റെ ഇരിപ്പിൽ അങ്ങ് കാണുന്നുണ്ടോ ഇല്ലയോ? അല്ല, ഇതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ മുമ്പൊരിക്കൽ വേണുവിനോട് ഞാൻ ഇങ്ങനെ കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ വെച്ച് മാത്രമേ നമുക്കിത് വിശദീകരിക്കാൻ പറ്റൂ. അത് PV അൻവറിന്റെ കലാപം നടന്നുകൊണ്ടിരുന്ന ദിവസങ്ങളിൽ നടത്തിയ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞൊരു കാര്യത്തിന് വലിയ പ്രാധാന്യം അതിനുശേഷം വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരള രാഷ്ട്രീയം ഒരു ഫ്ലൂയിഡ് സ്റ്റേറ്റിലാണ് എന്ന് ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരള രാഷ്ട്രീയം ഒരു ദ്രവീകൃതാവസ്ഥയിലാണ്. അതിന്റെ തെളിവാണ് ഇപ്പൊ നടന്നിട്ടുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും അതിന്റെ ഏറ്റവും മൂർത്തമായ തെളിവുകളായി തീർന്നതിന്റെ വിശദാംശങ്ങൾ നമുക്കിപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കേരള രാഷ്ട്രീയം അതിനുശേഷം ഇപ്പൊ ഞാൻ പറയാ, ആലപ്പുഴയിൽ തന്നെ അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രായം കുറഞ്ഞൊരു നേതാവ് BJP ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കേരളത്തിലെ രാഷ്ട്രീയം ഒരു ഫ്ലൂയിഡ് സ്റ്റേറ്റ് ആണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം BJP ഉണ്ടാക്കിയിട്ടുള്ള വോട്ട് വളർച്ച, പ്രത്യേകിച്ച് നിങ്ങൾ ആലപ്പുഴ ജില്ല നോക്കൂ. ആലപ്പുഴ ജില്ലയിൽ BJP എന്തുമാത്രം വോട്ട് ഷെയർ ആണ് വർദ്ധിപ്പിച്ചത്. അത് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആലപ്പുഴ CPM-നകത്ത് വലിയ തോതിലുള്ള വർഗീയമായ പരസ്പരാരോപണങ്ങൾ നടക്കുന്നുണ്ട്. പഴയ എല്ലാ കാലത്തും CPM ആലപ്പുഴക്കകത്ത് ഈ പറയുന്ന ചേരിതിരിവും ഗ്രൂപ്പ് തർക്കവും പരസ്പരം വെട്ടി നീക്കലും. 96-ലാണ് നിയുക്ത മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനെ മാരാരിക്കുളത്ത് തോൽപ്പിച്ചത്. നമ്മളത് കണ്ടതാണ്. അതുകൊണ്ട് ആലപ്പുഴ CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പുകളുടെ ഒരു കൂട്ടമാണ്. അവിടെ പരസ്പരം വെട്ടി വീഴ്ത്തുക എന്നുള്ളത് എത്രയോ പതിറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അങ്ങനെയാണ് 96-ൽ VS-ന് മുഖ്യമന്ത്രി പദം നഷ്ടപ്പെടുകയും നായനാർ മുഖ്യമന്ത്രിയാവുകയും ചെയ്തെന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. പക്ഷെ ഇപ്പോഴും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ആലപ്പുഴ CPM-നകത്ത് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു ധ്രുവീകരണം, വർഗീയമായ ഒരു വലിയ ചേരിതിരിവ് ആലപ്പുഴ CPM-നകത്തുണ്ട്. അതിൻ്റെ പരസ്പര ആരോപണങ്ങളുണ്ട്, അതിൻ്റെ വിശദീകരണങ്ങളുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. അതിൽ നിന്ന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ഉണ്ടാക്കിയത് BJP-ആണ്. ഇത് ഒന്ന് വളരെ വളരെ ശക്തമായിട്ട് പൊളിറ്റിക്കലായിട്ട് ദൃഢീകരിച്ചെടുക്കാനുള്ള ആസൂത്രിതമായ നീക്കം BJP ആലപ്പുഴ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ബിപിൻ സി ബാബുവിനെ പോലുള്ളവരൊക്കെ വളരെ ആഘോഷപൂർവ്വം BJP-യിലേക്ക് സ്വീകരിക്കപ്പെടുന്നത്. കാരണം കേരള രാഷ്ട്രീയം, അതിപ്പോൾ നിങ്ങൾ പാലക്കാട് നോക്ക്, പാലക്കാട് എന്തൊക്കെ ഉണ്ടായി, ഇനി നമ്മൾ എന്തൊക്കെ കാണാനിരിക്കുന്നു. കേരള രാഷ്ട്രീയം ഒരു ദ്രവീകൃത അവസ്ഥയിലാണ്. ഇതിന്റെ ഏറ്റവും ആവൽക്കരമായ സ്വഭാവമായി ഞാൻ കാണുന്നത് കേരള രാഷ്ട്രീയത്തിനകത്ത് വലിയ വമ്പിച്ച തോതിലുള്ള വർഗീയ ധ്രുവീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. EP ജയരാജനെ കുറിച്ച് ഇന്നലെ കണ്ണൂരിൽ BJP-ക്കാരുടെ ഒരു ബലിദാന റാലിയിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ കൂത്തുപറമ്പിൽ വെച്ച വെല്ലുവിളി ഞാൻ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു അടിയൊഴുക്ക് കേരള രാഷ്ട്രീയത്തിനകത്ത് സംഭവിക്കുന്നുണ്ട്. ഇതിന്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് ഈ ഗോപാലകൃഷ്ണന്റെ ഇടപെടൽ, ഈ ദീൻദയാൽ ഉപാധ്യായയുടെ അവർക്ക് ഒരു ദർശനവുമില്ല BJP-ക്ക്. BJP വെച്ചാൽ ഒരു ചീഞ്ഞ നവലിബറൽ പാർട്ടിയാണ്, ഒരു മുതലാളി പാർട്ടിയാണ്, ഒരു ഇതുമില്ല. അതിന്റെ പഴയ ഈ പറയുന്ന ഹിന്ദുത്വ പശ്ചാത്തലം ഉണ്ടായിരുന്ന മരിച്ചുപോയ പഴയ നേതാവ് എഴുതിയ പുസ്തകമൊക്കെ അതാണ് അവർക്ക് ആകെ ഉയർത്തിപ്പിടിക്കാനുള്ളത്. അതൊക്കെ കൊടുക്കുന്നതിന്റെ പിറകിൽ ചില ഡിസൈൻസ് ഉണ്ട്. അത് ആലപ്പുഴ കേന്ദ്രീകരിച്ചിട്ട് അവർക്കൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി തീർച്ചയായിട്ടും അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു പദ്ധതിയാണെന്ന് വിചാരിക്കുന്നില്ല. പ്രത്യേകിച്ചും CPM-നകത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ ഞാൻ പറയാം, അമ്പലപ്പുഴ നിങ്ങൾ എടുത്തു നോക്ക്. അമ്പലപ്പുഴക്കാരനാണല്ലോ G. സുധാകരൻ. അമ്പലപ്പുഴയിലെ CPM-നകത്ത് എന്ത് തരത്തിലാണ് നടക്കുന്നതെന്ന് നിങ്ങളുടെ റിപ്പോർട്ടർമാരെ കൊണ്ടൊന്ന് അന്വേഷിപ്പിച്ച വിവരം അറിയും. അമ്പലപ്പുഴയിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. ഇതിനകത്ത് ചില പരീക്ഷണങ്ങൾക്ക് മുതിരുകയാണ് ചെയ്യുന്നത് ഈ പറയുന്ന BJP-ക്കാർ. അതുകൊണ്ട് കോൺഗ്രസ് ആണോ സുധാകരനെ ലക്ഷ്യമിടുന്നത് അതോ BJP ആണോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യമിടുന്നത് BJP-ആണ്. പക്ഷേ സുധാകരൻ എന്തൊക്കെയോ ചെയ്തേക്കുന്നുള്ളൊരു തോന്നലിന്റെ പുറത്തായിരിക്കണം UDF നേതാക്കന്മാർ കൂടി ഇടപെടുന്നത്. അതുകൊണ്ട് ഇത് ഈ പറയുന്ന നേതാക്കന്മാരാരും CPM-ന്റെ നേതാക്കന്മാർ മാത്രമല്ല, കേരളത്തിലെ ഈ രാഷ്ട്രീയത്തിനകത്ത് ഇപ്പോഴത്തെ ഒരു ദ്രവീകൃത അവസ്ഥയിൽ
നമുക്ക് എന്തും പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഭാഗമായി വേണം നമുക്ക് ഈ ആലപ്പുഴയുടെ ഈ പുതിയ ഒരു താല്പര്യം, ഒരു അമ്പലപ്പുഴ താല്പര്യം, ഒരു ആലപ്പുഴ താല്പര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യാനെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ സൂക്ഷ്മവും വളരെ കൃത്യവുമായ നിരീക്ഷണമാണ് കെ സുമേഷ് ബാബുവിൻ്റെത്. മറ്റതിഥികളുടെ പ്രതികരണവും ഈ പോയിന്റിൽ തന്നെ ഊന്നിയെന്നൂടെ ഞാൻ പ്രതീക്ഷിക്കണം. ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇവിടെ ഇപ്പോൾ ഈ അമ്പലപ്പുഴ ആലപ്പുഴ അതിൽ BJP എന്താണ് ഉന്നം വെച്ചിരിക്കുന്നത് എന്നത് കൃത്യമായി വിശകലനം ചെയ്തിരിക്കുകയാണ് ശ്രീ ഉമേഷ് ബാബു. അങ്ങത് കേട്ടും കാണും. ഒരു ചെറിയ കാര്യം കൂടി, ഇവിടെ ഇപ്പോൾ ഈ സുധാകരൻ ഏറ്റുമുട്ടുന്നത് ആരുമായാണ്? എച്ച് സലാമുമായാണ്. എച്ച് സലാമുമായി ബന്ധപ്പെട്ടൊരു BJP നറേറ്റീവ് ആലപ്പുഴയിലുള്ളത് അങ്ങേക്ക് അറിയുന്നതാണ്. ഈ പറയുന്ന ജമാഅത്ത്, ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട്, ഈ പറയുന്ന മതാന്ധർ, ഭീകരവാദികൾ, ഇവർക്കൊക്കെ വേണ്ടി സഹായം ചെയ്യുന്നയാൾ എന്ന രൂപത്തിലുള്ളൊരു വക്രീകരണമാണ് നിങ്ങളുടെ CPMൻ്റെ ഒരു സഖാവിനെ, ഒരു ജനപ്രതിനിധിയെ, എച്ച് സലാമിനെ പറ്റി വ്യാപകമായി ആ മണ്ഡലത്തിൽ പ്രചരിക്കുന്നത്. ആരിഫിനും ഇതേപോലെ തന്നെയുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്ന ഘട്ടമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ CPMൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ദൃഢത ആരിഫിനും അതുപോലെ തന്നെ സലാമിനുമൊക്കെ വലിയ പ്രതിരോധ കവചമാകേണ്ടതാണ്. അങ്ങനെ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, BJPയുടെ സോഫ്റ്റ് ടാർഗറ്റായി അവർ അതിവേഗം മാറുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ ദൗർബല്യം CPMനുണ്ടായത് പുറത്തു നിന്നല്ല, അകത്തു നിന്നാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഗുണഭോക്താവായി മാറുകയാണ് BJP. അപ്പോൾ അകത്തു നിന്ന് നിങ്ങൾ പാർട്ടിയെ തകർക്കുന്നു, നിങ്ങൾ പുറത്തു നിന്ന് കേരളത്തിന് ആപൽക്കരമെന്ന് കരുതുന്ന ഒരു ശക്തിക്ക് വളക്കൂറുള്ള മണ്ണായി ആ പാർട്ടിയെ സ്വയം മാറ്റുകയുമാണ്. അതിൻ്റെ ഒരു ഉദാഹരണമായി, ആപൽക്കരമായ ഒരു അധ്യായമായാണ് ഈ സുധാകരനുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ പ്രതിസന്ധിയെ BJP സമീപിക്കുന്ന രീതി വെച്ചുകൊണ്ട് അത് ഉമേഷ് ബാബു വിശകലനം ചെയ്തത്. അങ്ങയുടെ മറുപടി എന്താണ്? വേണു, ഇതിൽ അപരമത വിദ്വേഷത്തിൻ്റെ പ്രത്യയശാസ്ത്രം മാത്രം ഓതുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. സ്വാഭാവികമായും ഹിന്ദു ഫാസിസ്റ്റ് സംഘടനകൾ രൂപത്തിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ രാഷ്ട്രീയത്തിൽ മതം കലർത്തി അത് എങ്ങനെയൊക്കെ കൊയ്തെടുക്കാമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവിടെ കേരളത്തിൽ സവിശേഷമായ ചില സാഹചര്യങ്ങൾ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ കേരള രാഷ്ട്രീയത്തിൽ അതല്ലെങ്കിൽ CPMൻ്റെ രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട് എന്ന് അങ്ങ് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, 2021 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിനും CPMന് അനുകൂലമായി ചിന്തിച്ചു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് എവിടെയൊക്കെ വിലയിരുത്തിയില്ലെങ്കിലും അങ്ങനെ ഒരു സംഭവവികാസം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് വീണ്ടും അധികാരത്തിലെത്തുന്നതിൻ്റെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ 8 ലക്ഷത്തിലധികം വരുന്ന CPIM അംഗങ്ങളിൽ നേരത്തെ മുസ്ലിം സമുദായത്തിൽ അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ CPM അംഗത്വമെടുക്കുകയും CPMനൊപ്പം ചേരുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു തീണ്ടാപ്പാടകലെ നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മാറി കഴിഞ്ഞ 10-15 കൊല്ലത്തിനിടയിൽ CPM അംഗത്വം എടുത്തിട്ടുള്ള മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ ധാരാളമാണ് എന്ന വസ്തുതയും വിസ്മരിച്ചുകൂടാ. അപ്പോൾ സ്വാഭാവികമായും മുസ്ലിം നാമധാരികളായിട്ടുള്ള നേതാക്കന്മാർ CPMൻ്റെ ഘടകങ്ങളിലേക്ക് വരുമ്പോൾ അവരെ വ്യക്തിയാധിഷ്ഠിതം ചെയ്യുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് എച്ച് സലാമിനെയും ആരിഫിനെയും ഒക്കെ SDPI ബന്ധം ആരോപിച്ചുകൊണ്ട് അവർ SDPIയുടെയും PFIയുടെയും ഒക്കെ ഏജന്റുമാരെ CPMൽ പ്രവർത്തിക്കുന്നത്. അവരുടെയൊക്കെ രാഷ്ട്രീയ പാരമ്പര്യം, അവരുടെയൊക്കെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെയൊക്കെയാണ് CPMനുള്ളിൽ എത്തപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് ആരെയാണ്. കാരണം അമ്പലപ്പുഴയിലെ സവിശേഷം എച്ച് സലാമിൻ്റെ സാഹചര്യം തന്നെ പരിശോധിച്ചിരുന്നു. അദ്ദേഹം പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖലയിൽ അദ്ദേഹം എന്നും പോരാടിയിട്ടുള്ളത് ഈ പറയുന്ന SDPIയും PFIയും പോലുള്ള വർഗീയ ധ്രുവീകരണ ശക്തികൾക്കെതിരെയാണ്. അപ്പോൾ അങ്ങനെ പൊരുതി അവരുടെ ഇടയിൽ പ്രവർത്തിക്കുകയും അവർക്ക് എതിരെ പ്രവർത്തിച്ചുകൊണ്ട് തൻ്റെ രാഷ്ട്രീയം CPMൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ന തെറ്റാണ് എച്ച് സലാം അടക്കമുള്ള ആളുകൾ അങ്ങയുടെ വിശകലനം എന്ന് പറയുന്നത് CPMനെ ന്യായീകരിക്കുന്ന ഒരു വിശകലനമാണ്. അതിനപ്പുറത്ത് ഈ പറയുന്ന ന്യൂനപക്ഷ നാമധാരികൾ വന്ന് കയറുക വഴി ആ പാർട്ടിയിൽ ഏത് തരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടാകുന്നു എന്നത് സൂക്ഷ്മമായി നോക്കി അതിൻ്റെ സാധ്യതകൾ എങ്ങനെയൊക്കെ തിരയാം എന്നത് വിജയകരമായി നോക്കുന്നു BJP. അതാണ് ശ്രീ ഉമേഷ് ബാബു ചൂണ്ടിക്കാട്ടിയത്. ഒരൊറ്റ കാര്യം പറയാം, താങ്കൾ ഈ പറഞ്ഞതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗം വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ഇടതുപക്ഷത്തേക്ക് CPMലേക്ക് വരുന്നു എന്നതൊരു വാദത്തിന് അംഗീകരിച്ചാൽ ആ പാർട്ടിയിലെ നുഴഞ്ഞുകയറ്റക്കാരായി ഇവരെ അവതരിപ്പിക്കുന്നു BJP. എന്നിട്ട് ആ പാർട്ടിയുടെ ശക്തമായ രാഷ്ട്രീയ അടിത്തറയായിട്ടുള്ള ഈഴവ വോട്ടുകളെ എന്നിട്ടൊരു ദുഷ്ടലാക്കോടെ ഈ നുഴഞ്ഞുകയറ്റക്കാർ ഇല്ലാതാക്കാൻ പോകുന്നു എന്നൊരു വ്യാഖ്യാനം ഉണ്ടാക്കുന്നു.
ഇതാണ് സംഭവിക്കുന്നത്. BDJS-ലൂടെ എന്താണോ നടത്താൻ നോക്കി BJP അമ്പേ പരാജയപ്പെട്ടത്, അത് CPM അകത്തുകൂടി തന്നെ നിർവഹിക്കാൻ കഴിയുന്ന അവസരമായി ഈ താങ്കൾ വലിയ മാതൃകാപരമെന്ന് വിശേഷിപ്പിച്ച രാഷ്ട്രീയ സന്ദർഭത്തെ BJP ഉപയോഗിക്കുന്നു ആപൽക്കരമായി. അതല്ലേ ശ്രീ ഉമേഷ് ബാബു അങ്ങ് ചൂണ്ടിക്കാട്ടിയതിന്റെ ഒരു വശം അല്ലേ ശ്രീ ഉമേഷ് ബാബു? ശരി, അങ്ങനെയെങ്കിൽ അതെ, അവിടെ ഞാൻ വരാം. അപ്പൊ ഞാൻ അദ്ദേഹത്തെ കൃത്യമായാണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് ബോധ്യമായല്ലോ ശ്രീ ഹസ്കർ. ഇനി അതിനുള്ള മറുപടി. അങ്ങനെയല്ല, കേരള രാഷ്ട്രീയത്തിൽ CPM പ്രസക്തി എന്ന് പറയുന്നത്, CPM രാഷ്ട്രീയ പിൻബലം എന്ന് പറയുന്നത് ഈഴവ സമുദായ അംഗങ്ങളുടെ സർവാത്മനായുള്ള പിന്തുണയാണ്. ഒരു സംശയം അക്കാര്യത്തിലില്ല. സ്വാഭാവികമായി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെയും അല്ലെങ്കിൽ CPM വിശ്വാസ്യത ഈഴവ സമുദായങ്ങൾ കുറഞ്ഞു വന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അതെങ്ങനെ സംഭവിച്ചു? മണ്ണൊലിപ്പല്ലായിരുന്നു, ഒരു പ്രകൃതി പ്രതിഭാസവുമല്ലായിരുന്നു അത്. നിങ്ങൾക്ക് ആലപ്പുഴയിൽ എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് ആറ്റിങ്ങലിൽ എന്ത് സംഭവിച്ചു? അല്ലല്ല, എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ആറ്റിങ്ങൽ നിങ്ങളുടെ ശക്തി കേന്ദ്രമായിരുന്നു അല്ലേ? അവിടെ എന്ത് സംഭവിച്ചു? ഇന്നിപ്പോ ഒരു മധു മുല്ലശ്ശേരി ഇരുന്ന് പറയുകയാണ് ആറ്റിങ്ങൽ ശക്തി കേന്ദ്രമാണ്. അവിടെ ജോയിയുടെ ബൂത്തിൽ, ജോയിയുടെ പ്രാദേശിക ഘടകത്തിൽ, ജോയിയുടെ പഞ്ചായത്തിൽ ഒക്കെ BJP ആണ് മുന്നോട്ട് പോയത് എന്ന്. ആരാണ് അതിനനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയത്? അല്ല, ആലപ്പുഴയിലും ആറ്റിങ്ങലും സംഭവിച്ചിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞ ഈഴവ സമുദായങ്ങൾ CPM അകലുന്നതിന്റെ ലക്ഷണങ്ങളും സൂചനകളും. BJPയുടെ ആഖ്യാനം വിജയിക്കുന്നു CPM-മായി ബന്ധപ്പെട്ട്. അതാണ് ശ്രീ ഉമേഷ് ബാബു ചൂണ്ടിക്കാട്ടിയത്. അങ്ങനെയല്ല, അങ്ങനെയല്ല വിലയിരുത്തേണ്ടത്. എന്തുകൊണ്ടെന്നാൽ CPM വിട്ട് അകലുന്നു എന്ന് പറയുമ്പോൾ അവർ BJPയിലേക്ക് മാത്രം പോകുന്നു എന്നുള്ളതിൻ്റെ അർത്ഥത്തിലേക്ക് എടുക്കരുത്. ഇവിടെ കഴിഞ്ഞ 4 നൂറ്റാണ്ടായി കേരളത്തിലെ SNDP നേതൃത്വത്തിലിരിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും BDJS അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തെ രൂപീകരിച്ചത് തുടങ്ങി. ആ രാഷ്ട്രീയ രൂപീകരണത്തിന് ശേഷം, ആ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം അത് NDA മുന്നണിയിൽ എത്തപ്പെടുകയും NDA മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് കേരളത്തിലെ ഈഴവ സമുദായങ്ങൾ ഇങ്ങനെയൊന്നുമല്ല NDA മുന്നണിയിലേക്ക് സാധ്യതയുണ്ട്. CPM ഏറ്റവും ശക്തമായ വിഭാഗമാണ്, രാഷ്ട്രീയ അടിത്തറ ഉണ്ടാക്കുന്ന വിഭാഗമാണ് ഈഴവ വിഭാഗം. അവരെ പിടിക്കാനുള്ള മാർഗമായി മോദിയുടെയും അമിത്ഷായുടെയും ബുദ്ധിശാലയിൽ ഉണ്ടായ വിത്തിന്റെ പേരാണ്, ശിശുവിന്റെ പേരാണ് BDJS. അതിന്റെ ഉൽപ്പത്തി കഥ തന്നെ NDAയിലേക്ക് പോകാനാണ്, അല്ലാതെ സ്വയംഭൂവായി അത് വന്നു. പിന്നെ ഒരു ഘട്ടത്തിൽ NDAയിലേക്ക് ചേക്കറി. അങ്ങനെയല്ല, ഞാൻ അങ്ങയിലേക്ക് വരാം. അങ്ങ് വഴിമാറി പോകുന്നതുകൊണ്ടാണ്, അതുകൊണ്ട് ആണ് ഞാൻ അങ്ങയിലേക്ക് വരാമെന്ന് പറയുന്നത് അനാദരവല്ല. ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ ഈ പറയുന്ന രൂപത്തിൽ CPM-നെ ഇങ്ങനെ ഒരു രാഷ്ട്രീയ ശൈഥില്യത്തിലേക്ക് നയിക്കുന്നതിൽ BJPക്ക് ഒരായുധമായി അത് കിട്ടുന്ന വിധത്തിൽ ഈ രാഷ്ട്രീയ ശൈഥില്യത്തിലേക്ക് അതിനെ നയിക്കുന്നതിൽ ആർക്കാണ് ഉത്തരവാദിത്തം? ഇന്നിപ്പോൾ ഗോപാലകൃഷ്ണൻ പ്രതികരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. പാലക്കാട് സമ്മേളനത്തിൽ പിണറായി എന്തു പറഞ്ഞു അതാണ് ഗോപാലകൃഷ്ണൻ ഉദ്ധരിച്ചത്. ഈ CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് രാജ്യദ്രോഹികൾ കടന്നുകൂടിയിരിക്കുന്നു. എന്നിട്ട് ഗോപാലകൃഷ്ണൻ ഉപയോഗിച്ച വാക്കങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അങ്ങനെ പിണറായി പറഞ്ഞുവെങ്കിലും പിണറായിയുടെ വാക്കും വചനവും BJP പറഞ്ഞതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫലത്തിൽ ഈ BJPയിൽ നിന്നും CPM-ലേക്കുള്ള ദൂരം കുറയ്ക്കുന്നത് ആരാണ്? അല്ല വേണു, അതിൽ സംശയമൊന്നും വേണ്ട. അത് പിണറായി വിജയൻ തന്നെയാണ്. കഴിഞ്ഞ ദിവസമല്ലേ സുരേഷ് ഗോപിക്കും ഗോപാലകൃഷ്ണനും എതിരെ കൊടുത്ത പരാതിക്കാരൻ്റെ പോലും മൊഴി രേഖപ്പെടുത്താതെ പിണറായിയുടെ പോലീസ് അത് തള്ളിക്കളഞ്ഞത്. അപ്പോൾ അത് നമുക്കറിയാമല്ലോ. ദൂരം കുറയ്ക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം കഴിഞ്ഞ 8 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ടും ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ടും അദ്ദേഹം പുലർത്തിയിട്ടുള്ള ഓരോ നിലപാടുകളും നടപടികളും BJPക്ക് വളമിട്ട് കൊടുക്കുന്ന നിലമൊരുക്കുന്ന നിലപാടായിരുന്നു. അതിലൊന്നും തർക്കം വേണ്ട. ഇവിടെ എല്ലാ കാര്യത്തിലും പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്തും അദ്ദേഹത്തിന് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ട് അദ്ദേഹത്തിന് ഒരു ടേം അധികം കിട്ടുന്നു. അദ്ദേഹത്തിന് 79 വയസ്സുണ്ട്. പക്ഷെ അദ്ദേഹത്തെക്കാൾ പ്രായം കുറഞ്ഞ G. സുധാകരൻ മന്ത്രിസഭയിൽ നിന്നും നിയമസഭയിൽ നിന്നും പുറത്തായിട്ടിരിക്കുന്നു. അപ്പോൾ അതിനെ എങ്ങനെ സാധൂകരിക്കാൻ പറ്റുക? അത് പാർട്ടി പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒറ്റ ശിലയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ, അതിൽ ഫാസിസത്തിന്റെ സർവ്വ ലക്ഷണങ്ങളും കാണിച്ചു തുടങ്ങുമ്പോൾ, അതിൽ അഭിപ്രായ ശേഷി അവശേഷിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരിങ്ങനെ കലാപക്കൊടി ഉയർത്തി പുറത്തു വരും. അതിലൊരു തർക്കവും വേണ്ട. അതിൽ G. സുധാകരനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. പ്രാദേശികമായിട്ട് എത്ര സ്ഥലങ്ങളിലാണ് കൊഴിഞ്ഞാമ്പാറയിൽ വിമതര് അവരൊരു ലോക്കൽ സമ്മേളനം തന്നെ നടത്തിയില്ലേ? ഇപ്പോൾ പത്തനംതിട്ടയിലായിക്കൊള്ളട്ടെ, തിരുവല്ലയിലായിക്കൊള്ളട്ടെ, തിരുവനന്തപുരത്തായിക്കൊള്ളട്ടെ, അതുപോലെ ഈ
കേരളത്തിൽ എല്ലാ മേഖലയിലും കരുനാഗപ്പള്ളിയിലെ ഏരിയ കമ്മിറ്റി നേതാക്കന്മാരെ, സംസ്ഥാന കമ്മിറ്റി നേതാക്കന്മാരെ പൂട്ടിയിട്ടത് കോൺഗ്രസ്സുകാരോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളാണോ? CPM-ന്റെ കേഡറുകളല്ലേ? പണ്ടൊക്കെ എങ്ങനെ കാണാൻ പറ്റും? കൊഴിഞ്ഞാമ്പാറയിൽ തൊട്ടിട്ടില്ല CPM നേതൃത്വം. PK ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്താനുള്ള ദാർഢ്യവും ധൈര്യവും കാണിച്ച പാർട്ടി സെക്രട്ടറിയാണ് MV ഗോവിന്ദൻ. കൊഴിഞ്ഞാമ്പാറ തൊട്ടിട്ടില്ല. കാരണം എന്താണ്? അവിടെ നേരിയ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. എൻ്റെ മനസ്സിലാക്കൽ ശരിയെങ്കിൽ 9 LDF 8 UDF അങ്ങനെ എന്തോ അല്ലേ അവിടുത്തെ നില. അതിൽ തന്നെ ഈ 4 വിമതരും കൂടെ ചേർന്നതാണ് ആ 9 പേർ. അപ്പോൾ ഈ പ്രസിഡന്റ് അടക്കം ഇപ്പോൾ വിമതരായി പ്രത്യേകം LC ഓഫീസ് വരെ തുറന്നിരിക്കുന്ന ആ കൂട്ടരെ മാറ്റി നിർത്താൻ കഴിയില്ല. അവിടുത്തെ പഞ്ചായത്ത് ഭരണം പോകും. ഒരു പഞ്ചായത്തിൻ്റെ ഭരണം പോകുന്നത് പോലും വലിയ നഷ്ടമായി CPM-ന് തോന്നുന്ന അത്രയും പാർലമെന്ററി വ്യാമോഹം താഴെത്തട്ട് വരെ ശക്തമായി വ്യാപിച്ചിരിക്കുന്നത് കൊണ്ടല്ലേ ഈ പാർട്ടി സെക്രട്ടറി PK ശശിക്ക് മുന്നിൽ ഈ പറയുന്ന ദാർഢ്യം കാണിച്ച പാർട്ടി സെക്രട്ടറിക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ പോകുന്നത്? കൊഴിഞ്ഞാമ്പാറയിൽ ദാർഢ്യം മുഴുവൻ കൊഴിഞ്ഞങ്ങ് പോവുകയാണ് അവിടെ, ആണോ? അല്ല, നമ്മൾ അങ്ങനെയൊന്നും കരുതാൻ പറ്റില്ലെന്ന്. ഇത് പഞ്ചായത്ത് ഭരണം പോകുന്നതിന്റെ മാത്രമല്ല, കേരളത്തിലെമ്പാടും പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ മകൾക്കും ഇത് ചെയ്യാമെങ്കിൽ പ്രാദേശിക രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന CPM-ന്റെ താഴെത്തട്ടിലുള്ള നേതാക്കന്മാർക്കും അത് ചെയ്യാമെന്നുള്ള ചിന്ത അവരുടെ ഇടയിലുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി കിട്ടിയത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറി തൊട്ട് താഴെ വരെയുള്ള നേതാക്കന്മാർക്ക് ഉത്തരവില്ല. സ്വാഭാവികമായിട്ടും താഴെത്തട്ടിലുള്ള നേതാക്കന്മാരും കൊള്ളയടിക്കും, പീഡിപ്പിക്കും, ഇതെല്ലാം ചെയ്യും. എല്ലാ കാലത്തും തീവ്രതയുടെ യന്ത്രം വെച്ചുകൊണ്ട് തീവ്രത കുറവായിരുന്നു കൂടുതലായിരുന്നു എന്ന് പറഞ്ഞ് ഒതുക്കി നിർത്താൻ പറ്റുമോ? അപ്പോൾ താഴെത്തട്ടിലുള്ള സഖാക്കന്മാർ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പാർട്ടി സെക്രട്ടറിയൊക്കെ ഇങ്ങനെ കീഴ്പ്പെട്ട് പോകുന്നത്. CPM-ന്റെ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെയല്ലല്ലോ. ഒരു കാലത്തും അങ്ങനെ ആയിരുന്നില്ലല്ലോ. ബക്കറ്റിലെ വെള്ളമാണെന്നൊക്കെ പറഞ്ഞല്ലേ VS അച്യുതാനന്ദൻ തന്നെ പിണറായി വിജയൻ ആക്ഷേപിച്ചിട്ടുള്ളത്. നമുക്ക് ചരിത്രം അറിയാമല്ലോ. ഇന്ന് അങ്ങനെയാണോ? പിണറായി വിജയനെതിരെ പരസ്യമായിട്ട് വിഴുപ്പലക്കാൻ പാർട്ടിയുടെ സഖാക്കന്മാർ നേരിട്ട് രംഗത്തിറങ്ങല്ലേ? ഇവിടെ കരുനാഗപ്പള്ളിയിലെ സഖാക്കന്മാർ, ഏരിയ കമ്മിറ്റി മെമ്പർമാരടക്കമുള്ളവർ തെരുവിൽ നടത്തിയ സമരം നമ്മൾ കണ്ടതല്ലേ? ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് നമ്മൾ കണ്ടതല്ലേ? അതിലൊക്കെ പറയുന്ന മുദ്രാവാക്യം എന്താണ്? ഈ പാർട്ടിയെക്കുറിച്ച് പുറത്ത് പറയാൻ അറയ്ക്കുന്ന കാര്യങ്ങളല്ലേ പരസ്യമായിട്ട് വിളിച്ചു പറയുന്നത്. മുൻകാലങ്ങളിൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ടവരും മാധ്യമങ്ങളിൽ ശ്രീ ജിൻഡോ, ഇവിടെ ഇപ്പോൾ ഈ BJP എന്താണോ CPM എത്തിപ്പെട്ടിരിക്കുന്ന ഘട്ടത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ആ വാക്കും വചനവുമാണ് പിണറായി പറയുന്നത് എന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു. സുധാകരനെ പോയി കണ്ട് ഈ ഗ്രന്ഥം കൈമാറുന്നു. സുധാകരൻ അതെല്ലാം പാതി BJP മനസ്സോടെ ഏറ്റുവാങ്ങി എന്ന് പറയാനുള്ള ധൈര്യം ഗോപാലകൃഷ്ണൻ കാണിക്കുന്നു. ഇനി സുധാകരൻ മിണ്ടിയില്ലെങ്കിൽ പോലും ശക്തമായി പ്രതികരിച്ചതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം പാർട്ടി നേതൃത്വത്തിൽ ആരും ഏറ്റെടുക്കാതിരിക്കുന്ന സാഹചര്യം വരുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്നും മാത്രവുമല്ല, അവിടെ ഇപ്പോൾ ഈ പറയുന്ന സലാമുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങളുണ്ടല്ലോ, അത് നിങ്ങളെയും കൂടെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഗോപാലകൃഷ്ണൻ അവതരിപ്പിക്കുന്നത്. അതായത് സുധാകരൻ നിങ്ങളിലേക്ക് പോകാൻ കഴിയില്ല, കാരണം നിങ്ങളും SDPIയുടെയും ജമാഅത്തിൻ്റെയും ഒക്കെ തടവറയിലാണ്, നിങ്ങൾ അടിമകളാണ്, അങ്ങനെയാണ് നിങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതിന് ഇന്ധനം നൽകുന്ന ഒരു പ്രവൃത്തി കൂടി സുധാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ചന്ദ്രിക ക്യാമ്പയിനിൽ സുധാകരൻ പങ്കെടുത്തില്ല. അപ്പോൾ എവിടെ ജാഗ്രത പാലിക്കണം എന്ന് സുധാകരൻ അറിയാം. ആ ജാഗ്രത പാലിക്കൽ എങ്ങനെയാണ്? ലീഗുമായി ബന്ധപ്പെട്ട്, ചന്ദ്രികയുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ ഒരു ജാഗ്രതയാകുന്നത്. അത് ആർക്ക് ഗുണം നൽകുന്നതാണ്? അത് ഗോപാലകൃഷ്ണ പാർട്ടിക്ക് ഗുണം നൽകുന്നതല്ലേ? ഞാൻ അങ്ങനെ കരുതുന്നില്ല വേണു. ഇതിൽ പുസ്തകം കൈമാറിയപ്പോൾ ആരെങ്കിലും പുസ്തകം കൊടുത്ത് മേടിക്കുന്നതൊന്നും ഒരു വലിയ പ്രശ്നമായിട്ട് കരുതേണ്ട കാര്യമില്ല. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ബെഞ്ച് ഓഫ് തോട്ട്സ് പഠിക്കാൻ വേണ്ടി സിലബസിൽ പഠിച്ചത് പിണറായി വിജയന്റെ കീഴിലുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പല്ലേ? എത്ര CPM നേതാക്കന്മാർ അതിനെതിരെ അഭിപ്രായം പറഞ്ഞു? അതല്ല പലഹാരമാണെന്നല്ലേ പറഞ്ഞത്? അതിനൊന്നും ഒരാൾ ഇവിടെ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടില്ല. പിന്നെ RSSന്റെ അടിമയായിട്ട് നിൽക്കുന്ന BJPക്കാർ ഈ പറഞ്ഞ മറ്റ് SDPIയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ഒക്കെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്തതിൽ വലിയ അർത്ഥമൊന്നുമില്ല. RSS ഈ രാജ്യത്ത് നടത്തിയിട്ടുള്ള സേവന പ്രവർത്തനം എന്താണെന്നൊക്കെ നമുക്കറിയാലോ. ഗാന്ധിയെ ബാബറി മസ്ജിദ് തകർത്തു അടക്കമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ വിഷയമല്ല നമ്മുടെ വിഷയം എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇവിടെ ഉള്ള പ്രശ്നം എന്താ? ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ രാഷ്ട്രീയത്തിന് അപ്പുറമായിട്ടുള്ള സൗഹൃദ സന്ദർശനത്തിന് വരുമ്പോൾ വാതിൽ തുറന്നു കൊടുത്ത് അവരെ ഒന്ന് അവർക്ക് ഇരിക്കാൻ ഇരിപ്പിടം കൊടുക്കുന്നതിന്റെ പേരിൽ രാഷ്ട്രീയ പ്രസ്ഥാനം മാറുന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. CPM-ൽ തമ്മിൽ തല്ലി നടക്കുന്ന കാലഘട്ടത്തിൽ മറ്റ് നേതാക്കന്മാർക്ക് ആർക്കും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് സൗഹൃദ സന്ദർശനം നടത്താൻ പാടില്ലെന്ന് ആരവിടെ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെയാണ് ഈ പ്രകാശ് ജാവദേക്കറെ ഒന്നിലധികം പ്രാവശ്യം 4 or 5 തവണ കണ്ടിട്ടുള്ള പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി. BJPക്കാർക്ക് പിണറായി വിജയനെതിരെ ഒരു ആക്ഷേപമില്ലല്ലോ. പിണറായി വിജയൻ നിങ്ങൾ നമ്മളെ നേരിടാനായി ഉറച്ച് നീങ്ങുന്നുവെന്ന് മനസ്സിലാക്കുന്നു, നടക്കട്ടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞതായാണ് അദ്ദേഹത്തിന്റെ വാക്കുകളായി പുറത്തു വന്നിട്ടുള്ളത്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ KS ഹരിഹരൻ, ഇവിടെ ശ്രീ ഉമേഷ് ബാബു ചൂണ്ടിക്കാട്ടിയ വിഷയത്തിൽ അങ്ങയുടെ പ്രതികരണം എന്താണ്? കൂടാതെ ഈ ഈഴോ വോട്ട് പോയി എന്ന് പറയുന്നൊരു വാസ്തവമുണ്ട്. അത് MV ഗോവിന്ദൻ എങ്ങനെയാണ് അവതരിപ്പിച്ചത് എന്നതും അങ്ങേക്കറിയുന്നതാണ്. വെള്ളാപ്പള്ളിയുടെ നിലപാട് ശരിയല്ലാത്തതാണ്, അതുകൊണ്ട് ഈഴോ വോട്ടുകൾ പോയി എന്ന മട്ടിലായിരുന്നു MV ഗോവിന്ദൻ്റെ വ്യാഖ്യാനം.
അവിടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി യോഗത്തിൽ എച്ച് സലാം അടക്കം അതിനെ തള്ളിക്കളയുകയുണ്ടായി. എന്ന് മാത്രമല്ല, ചിത്തരഞ്ജൻ അടക്കമുള്ളവർ അതിനെ പിന്തുണയ്ക്കുകയുണ്ടായി. സലാം പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങനെയെങ്കിൽ വെള്ളാപ്പള്ളിക്ക് സ്വാധീനമില്ലാത്ത മലബാറിൽ എങ്ങനെ 7 വോട്ട് പോയി? ഈ ഗോവിന്ദൻ്റെയൊക്കെ മണ്ഡലത്തിലടക്കം ശ്രീ ഉമേഷ് ബാബു പറഞ്ഞതുപോലെ ഈ പറയുന്ന കൂത്തുപറമ്പ് പിടിക്കാൻ പ്രയാസമൊന്നുമില്ല എന്ന് ശോഭ എങ്ങനെയാണ് പറയുന്നത്? 2% വോട്ടേ ഞങ്ങൾക്ക് ത്രിപുരയിൽ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഞങ്ങൾ അവിടെ ഭരിക്കുകയാണ്. എങ്ങനെയാണ് ഭരിച്ചത്? ആദ്യം കോൺഗ്രസ് ഒഴുകി അവിടേക്ക് പോയി, പിന്നെ CPM പിന്നാലെ പോയി, അല്ലേ? ഇവിടെ 20% ഈ BJPക്ക്. അതുകൊണ്ട് ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 23 സീറ്റ് വരെ BJPക്ക് കിട്ടും എന്നാണ് ശോഭ പറഞ്ഞത്. ഇതിന് നിലമൊരുക്കുന്നയാളുടെ പേര് സുധാകരൻ എന്നാണോ അതോ പിണറായി എന്നാണോ? അല്ല, നമ്മൾ ഈ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ കഴിഞ്ഞ 10-25 വർഷമായിട്ട് നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തിൽ നടക്കുന്ന ഒരു വലിയ വിള്ളലിനെ കുറിച്ച് പലപ്പോഴും ആരും ചർച്ച ചെയ്യാറില്ല. BJP വളരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ BJP വേരുകൾ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. BJP കഴിഞ്ഞ 20-25 വർഷക്കാലം നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 10 വർഷം മുമ്പ് അവർക്കുണ്ടായിരുന്ന വോട്ടിംഗ് നിലവാരത്തിന്റെ ഇരട്ടി ഇത്തവണ അവർ നേടിയെടുത്തിട്ടുണ്ട് പാർലമെന്റിലേക്കുള്ള വോട്ടിൽ. സാമൂഹ്യമായിട്ട് അവർക്ക് ഈഴവ സമുദായം ഉൾപ്പെടെ അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്. അവരെ കൂടെ നിർത്താൻ വേണ്ടിയാണ് കൂടുതൽ മുസ്ലിം വിരുദ്ധമായ, മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്ന ഒരു പ്രചാരണ പ്രവർത്തനത്തിലേക്ക് സംഘപരിവാർ പോകുന്നത്. നമ്മൾ രസകരമായിട്ട് കാണേണ്ട ഒരു കാര്യം, കേരളത്തിൽ CPM-മായി ഐക്യം ഉണ്ടാക്കണമെന്ന് ഒരു BJP-യുടെ നേതാവ്, കടുത്ത സംഘപരിവാർ അനുകൂലിയായ ഒരാൾ, അല്ലെങ്കിൽ സംഘപരിവാറുകാരനായ ഒരാൾ എഴുതുന്നത് 10 വർഷത്തിന് മുമ്പാണ് മിനിമം. അദ്ദേഹത്തിന്റെ പേര് TG മോഹൻദാസ് എന്നാണ്. കേസരി വാരികയിൽ TG മോഹൻദാസ് എഴുതിയ ലേഖനത്തിന്റെ ഉള്ളടക്കം കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ CPM-ഉം അതിൽ കൂടുതൽ ഹിന്ദുക്കൾ മാത്രമുള്ള പാർട്ടിയായ BJP തമ്മിൽ ഐക്യം ഉണ്ടാക്കി കേരളം ഭരിക്കണമെന്നാണ്. ആ ലേഖനം വന്നപ്പോൾ വലിയ വിവാദമായി. കേസരി എഡിറ്റോറിയൽ ബോർഡിൽ നിന്ന് TG മോഹൻദാസിനെ മാറ്റി. പക്ഷെ കഴിഞ്ഞ 8 വർഷക്കാലം കൊണ്ട് TG മോഹൻദാസ് എഴുതിയ കാര്യമാണ് കേരളത്തിൽ സംഭവിച്ചത്. കേരളത്തിലെ വലിയ ഹിന്ദു പാർട്ടികളിലൊന്നായ CPM-ഉം ഹിന്ദുക്കൾ മാത്രമുള്ള പാർട്ടിയായ BJP തമ്മിൽ വലിയ ഐക്യം സാമൂഹ്യ മണ്ഡലത്തിലുണ്ടായി. ഭരണതലത്തിൽ കൊടുക്കൽ വാങ്ങലുകളുണ്ടായി. ഒരൊറ്റ MLA ഇല്ലാത്ത കേരളം പോലൊരു സംസ്ഥാനത്ത് BJP-യുടെ അജണ്ട മുഴുവൻ നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റ് കഴിഞ്ഞ 8 വർഷമായിട്ട് നിലവിലുണ്ട്. അത് സാമൂഹ്യമായി ഉണ്ടാക്കുന്ന വലിയ സ്വാധീനമുണ്ട്. ഇപ്പൊ മുസ്ലിങ്ങൾക്കെതിരെ ഒരു വലിയ പ്രചാരണ പ്രവർത്തനം സംഘപരിവാറിന്റെ ഭാഗത്തുനിന്നും BDJS-ന്റെ ഭാഗത്തുനിന്നും വരുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ, ഒരു സെക്യുലർ പ്ലാറ്റ്ഫോമിൽ നിന്ന് കൗണ്ടർ ചെയ്യാൻ CPM ഒന്നും തയ്യാറാവുന്നില്ല. അത് ചെറിയ കാര്യമല്ല. 25 കൊല്ലം മുമ്പ് അങ്ങനെയല്ല. 25 കൊല്ലം മുമ്പ് അങ്ങനെ ഒരു ക്യാമ്പയിൻ നടന്നാൽ CPM-ന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് CPM-മായി ബന്ധപ്പെട്ട ബുദ്ധിജീവികളും രാഷ്ട്രീയ പ്രവർത്തകരുമാണ് ഈ ന്യൂനപക്ഷ വിരുദ്ധതയ്ക്കെതിരെ രംഗത്ത് വരിക. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അവർ നിശബ്ദരാണ്. പലരും അതിനെ പരോക്ഷമായി പിന്തുണയ്ക്കുന്നുണ്ട്. അത് വളരെ വിസ്മയകരമായ ഒരു കാര്യമായിട്ടാണ് എന്നെ പോലുള്ളവർ കാണുന്നത്. കാരണം ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരു സംഗതി അതല്ല. ശരി. അതുകൊണ്ട് പ്രത്യക്ഷമായും പരോക്ഷമായും സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടിലേക്ക് CPM പോയിട്ടുണ്ട്. അതിന്റെ ആഘാതമാണ് അവരിപ്പോൾ അനുഭവിക്കുന്നത്. കാരണം 25 കൊല്ലം മുമ്പ് CPM വിട്ടുപോയ ഒരാളും അവർ വേറെ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. MBR വേറെ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഗൗരിയമ്മ വേറെ പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട്, VV ചെറിയാൻ വേറെ പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട്, TP ചന്ദ്രശേഖരൻ വേറെ പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഒരാൾ പോകുമ്പോൾ അയാൾ നേരെ BJP-യിലേക്ക് പോവാണ്, അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് പോവാണ്. അവർ വേറെ പാർട്ടി രൂപീകരിക്കുന്നത്. ഇത് ചെറിയ മാറ്റമല്ല. ചെറിയ മാറ്റമാണ്. കോൺഗ്രസിലേക്കും BJP-യിലേക്കും രാഷ്ട്രീയമായ വേർതിരിവ് പാർട്ടി സഖാക്കൾക്ക് മനസ്സിലാകാത്ത അത്രയും അതിന്റെ പ്രത്യയശാസ്ത്ര വ്യക്തത മാഞ്ഞു പോയിരിക്കുകയാണ്. അവസാനമായി ചുരുക്കം വാക്കുകൾ ശ്രീ KC ഉമേഷ് ബാബു, ഈ ചർച്ചയുടെ വഴിത്തിരിവായൊരു നിരീക്ഷണം അങ്ങ് നടത്തുകയുണ്ടായല്ലോ, അങ്ങേക്ക് പൂർത്തിയാക്കാം. ഒറ്റ കാര്യം കൂടി, ആലപ്പുഴയിൽ നടന്ന ഒരു കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധയിലുണ്ടാകുമല്ലോ. മുൻപ് എപ്പോഴെങ്കിലും ആലോചിക്കാൻ കഴിയുമോ ഒരു BJP സ്ഥാനാർത്ഥിക്ക് ഈ വയലാർ പുന്നപ്ര ധീര രക്തസാക്ഷികളുടെ കോമ്പൗണ്ടിലേക്ക് കടന്ന് പുഷ്പാർപ്പണം നടത്താൻ ഒരു BJP സ്ഥാനാർത്ഥിക്ക് കഴിയുമെന്ന്? അപ്പോൾ പേശീബലമല്ല അവിടെ CPM പ്രകടിപ്പിക്കേണ്ടത്. അവിടെ നിശ്ചയമായും ആ പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു കാവൽ ഈ പറയുന്ന രക്തസാക്ഷി കുടീരത്തിന് പോലുമില്ലാത്ത അത്രയും ദുർബലമായി ഇളക്കം തട്ടിയ മണ്ണായോ ആലപ്പുഴയിൽ CPM-ന്റേത്? അല്ല, ഈ ഈഴവ വോട്ടുകളിലൊക്കെ വരുന്ന ഷിഫ്റ്റിന്റെ പിറകിലുള്ള ഒരു സാമ്പത്തിക കാരണത്തെക്കുറിച്ച് കൂടി നമ്മൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഒന്നും ചർച്ചകളോ വിശകലനങ്ങളോ എവിടെ എത്തില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത് വെള്ളാപ്പള്ളി വിചാരിച്ചിട്ട് മാത്രം പോകുന്നില്ല. 8 വർഷം കൊണ്ട് ശ്രീമാൻ പിണറായി വിജയന്റെ സർക്കാർ കേരളത്തിലെ കാർഷിക മേഖലയെ തകർത്തു,
കേരളത്തിലെ ഞാൻ അത്രയും ഓരോ വാക്യത്തിലാണ് ഞാൻ ഇത് പറയുന്നത്. പരമ്പരാഗത വ്യവസായങ്ങളെ മുഴുവൻ തകർത്തു. നിങ്ങൾ അതിനെക്കുറിച്ചുള്ള വളരെ പ്രസിദ്ധമായ പഠനങ്ങളുണ്ട്. ഈ മേഖലകളിൽ മുഴുവനുമാണ് കേരളത്തിലെ ഈഴവ സമുദായം, പ്രത്യേകിച്ച് ആലപ്പുഴ, കൊല്ലം പോലുള്ള ജില്ലകളിലെ ഈഴവ സമുദായത്തിലെ മനുഷ്യര് ഇതുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന ആളുകളാണ്. കാർഷിക വൃത്തി കൊണ്ട്, ഈ പറയുന്ന പരമ്പരാഗത മേഖല കൊണ്ടൊക്കെ ഉപജീവന വൃത്തി നടത്തിയിരുന്ന ആളുകളെ മുഴുവൻ അപരവൽക്കരിക്കുകയും അവരെ തിരിഞ്ഞു നോക്കാതിരിക്കുകയും ഒരു കൈത്താങ്ങ് പോലും നൽകാതിരിക്കുകയും അവരെ വിധിക്ക് വിട്ടുകൊടുക്കുകയും ചെയ്ത ഒരു പരിതാവസ്ഥയുടെ കൂടി രാഷ്ട്രീയ ഉൽപ്പന്നമാണ് ബി ജെ പി അവിടെയാണ് കൃത്യമായിട്ട് ഈ പറയുന്ന വിത്ത് ഇട്ടത്. എന്തുകൊണ്ടാണ് ഈ ആളുകൾ ഹിന്ദുക്കൾ അവഗണിക്കപ്പെടുന്നു എന്നൊരു നെറേറ്റീവ് ഉണ്ടാക്കുക? നിങ്ങൾ CPM-ലായതുകൊണ്ടാണ് ഹിന്ദുക്കൾ അവഗണിക്കപ്പെടുന്നത്. കാരണം അവരുടെ മുമ്പിൽ സാമ്പത്തികമായ ഒരു ചിത്രമുണ്ട്. 8 വർഷം ഞാൻ ഈ CPM-കാരോട് ചോദിക്കുന്നു, MV ഗോവിന്ദനോട് ചോദിക്കുന്നു, കേരളത്തിലെ ഈ കാർഷിക മേഖലയ്ക്ക് എന്താ പറ്റിയത്? നിങ്ങൾ കൈകെട്ടി നോക്കി നിൽക്കുക ചെയ്തത്. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾ കൈകെട്ടി നോക്കിയിരുന്നു. എന്നിട്ട് ലോകത്തില്ലാത്ത ന്യായങ്ങൾ പറഞ്ഞു. നിങ്ങൾ IT-യുടെ പുറകിൽ പോയി. നിങ്ങൾ ടൂറിസത്തിന് വേണ്ടി കാരവൻ ഉണ്ടാക്കി. ഈ പറയുന്ന കീഴാളന്റെ, ഈ അടിസ്ഥാന തൊഴിലാളി വർഗത്തിന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന ഒരു പണിയും ചെയ്തില്ല. സ്ഥലത്ത് നോക്കിയിട്ടാണ് BJP-കാര് വിത്തിറക്കിയിരിക്കുന്നത്. സമയം കഴിയാനോടെ ഇടപെടുകയാണ് ശ്രീ KC ഉമേഷ് ബാബു. എന്തായാലും KC വേണുഗോപാലിന്റെ സന്ദർശനത്തിന് വ്യക്തമായ വിശദീകരണം സുധാകരൻ നൽകി. പക്ഷേ ഗോപാലകൃഷ്ണന്റെ സന്ദർശനം സുധാകരനെ സംശയ നിഴലിൽ നിർത്തിയിരിക്കുകയാണ്. ഗോപാലകൃഷ്ണനല്ല സുധാകരൻ അതുകൊണ്ട് മറുപടി നൽകേണ്ടത്. സുധാകരൻ അദ്ദേഹത്തിനെ വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തിനാണ് വ്യക്തമായ മറുപടി നൽകേണ്ടത്. അദ്ദേഹത്തിന്റെ മനസ്സ് പാതി BJP-ക്ക് പോയോ, അതോ ഇപ്പോഴും അത് പൂർണ്ണമായും ഒരു കമ്മ്യൂണിസ്റ്റ് മനസ്സാണോ എന്ന്. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.